ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സോളിഡ് ക്ലബിൻ്റെ ഭാരവാഹികൾ, മെമ്പർമാർ, കച്ചവട സുഹൃത്തുക്കൾ, നമ്മൾ കേൾക്കുന്നത് നമ്മളുടെ കച്ചവടത്തിൽ പ്രയോഗവൽക്കരിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. വിഷയം നമ്മുടെ സെക്കൻഡ് സീരീസിൽ വിഷയം വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ക്യാഷ് മാനേജ്മെൻറ്റ്. വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഉള്ളിൽ വരുന്ന ഐറ്റം എന്നുള്ള അർത്ഥത്തിൽ ഞാൻ ക്യാഷിന് ഒരു ഊന്നൽ കൊടുക്കാൻ വേണ്ടി സെപ്പറേറ്റ് ചെയ്തായിരുന്നു. എനിവ അത് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പാർട്ടായിട്ടുള്ളതാണ്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് അങ്ങനെ സ്ഥിരം ഉപയോഗിക്കാറുണ്ട്. വർക്കിങ്ങിന് വേണ്ട ക്യാപിറ്റൽ, അതിൻ്റെ മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള ഡിസ്കഷനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഡിസ്കഷന് വേണ്ടി വെക്കാനുള്ളത്. അതിൽ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഉള്ളിൽ വരുന്ന കോമ്പണൻസ് ഉണ്ട്. അതിൽ വരുന്നതാണ് ക്യാഷ് ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഡെപ്റ്റേഴ്സ് ഉണ്ട്, ഇൻവെൻട്രി ഉണ്ട്, ക്രെഡിറ്റേഴ്സ് കൊടുക്കാനുള്ള ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ഈ പറയുന്ന 3-4 കോമ്പണൻറ്റിൽ ഞാൻ എന്ത് ചെയ്യും, ഊന്നിയിട്ടായിരിക്കും എൻ്റെ ഡിസ്കഷൻ പോവുക. അതിനു മുമ്പ് എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ, ആ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റെലവൻസ് എന്ത്, ഇതിലേക്ക് നമ്മളെ ഒന്ന് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഫസ്റ്റ്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമ്മുടെ മുന്നിലുള്ള ക്യാഷ്, റിസീവബിള്, അതേപോലെ തന്നെ ഇൻവെൻട്രി, അതുപോലെ പേയബിള്, അതുപോലെ തന്നെ ഈ ഷോർട്ട് ടൈം ആയിട്ടുള്ള ഡെപ്റ്റ്, അതായത് ഓവർ ഡ്രാഫ്റ്റ് ബാങ്ക് എന്നുള്ള ഓടി, ഇങ്ങനെയുള്ള ഐറ്റത്തിൻ്റെ മാനേജ്മെൻറ്റിനെയാണ് ഒരു ബിസിനസ്സിൻ്റെ ആംഗിളിൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വർക്കിങ്ങിൽ നമ്മളെ കയ്യിൽ എന്ത് വേണം? ക്യാഷ് വേണം. ക്യാഷ് ഉണ്ടെങ്കിൽ ഓപ്പറേഷണലി നമ്മൾ എന്താവുള്ളൂ? എഫിഷ്യൻ്റ് ആവുള്ളൂ. എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഓപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സിൽ നമ്മൾ ടെക്നിക്കലായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ കറണ്ട് അസറ്റ്, അതിൽ നിന്ന് കറണ്ട് ലാബിലിറ്റി കുറച്ചാൽ എന്താണോ ബാക്കിയുള്ളത്, അതാണ് നമ്മുടെ കയ്യിലുള്ള വർക്കിങ്ങിനുള്ള ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ള ക്യാഷ് വരും, നമുക്ക് കിട്ടാനുള്ള ക്യാഷ് റിസീവബിൾ വരും, അതേപോലെ തന്നെ നമുക്ക് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന സ്റ്റോക്ക് വരും. അതിൽ നിന്ന് നമ്മൾ കൊടുക്കാനുള്ള ക്യാഷ്, അതായത് കറണ്ട് ലാബിലിറ്റീസ് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? വർക്കിങ്ങിനുള്ള ക്യാപിറ്റൽ. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് എന്ത് ചെയ്യാൻ പറ്റുക? സ്മൂത്തായിട്ട് ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻ കൊണ്ടുപോകാൻ സാധിക്കുക. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ നമ്മൾ ബിസിനസ്സിൽ എപ്പോഴും നമ്മുടെ കയ്യിൽ കിട്ടാനുള്ളത്, കൊടുക്കാനുള്ളത് റെഗുലറായിട്ട് നമ്മൾ വാച്ച് ചെയ്യാറുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ തന്നെ എന്ത് ചെയ്യുക? പരിശോധനയ്ക്ക് വിധേയമാക്കുക. എന്താണ് ഈ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? അത് നേരത്തെ ഞാൻ പറഞ്ഞ ഈ കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലാബിലിറ്റി കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട് എന്ന് അറിയുമ്പോൾ നമുക്ക് മനസ്സിന് കിട്ടുന്ന സംഗതികൾ എന്തൊക്കെയാണ്? ഒന്ന്, ബിസിനസ് ഓപ്പറേഷൻ നമുക്ക് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. എങ്ങനെ? നമ്മളെ കയ്യിൽ എന്ത് ബാക്കിയുണ്ട് എന്നറിയുന്നതിലൂടെ. ശരിക്കും ഇതിൻ്റെ ഒരു മെട്രിക്സ്, അല്ലെങ്കിൽ ഇതിന് ഉപയോഗിക്കാനുള്ള ചില ടൂളുകളുണ്ട്, താഴെ വരുന്നുണ്ട്, റേഷ്യോസ് എന്ന് പറയും. അത് വെച്ചിട്ട് നമുക്ക് കയ്യിൽ പെട്ടെന്ന് കൊടുക്കാനുള്ള ക്യാഷ് എന്തുണ്ടാവും, അല്ലെങ്കിൽ അസറ്റ് എന്തുണ്ട്, കുറച്ച് സമയമെടുത്താലും. ഇപ്പോൾ നമ്മളെ കയ്യിലുള്ള ഇൻവെൻട്രി എടുക്കുകയാണെങ്കിൽ, ഇൻവെൻട്രി നമുക്ക് പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റില്ല. എന്നാൽ കിട്ടാനുള്ള ആളുകളോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാഷ് നമുക്ക് പെട്ടെന്ന് ചോദിക്കാൻ പറ്റും. അപ്പോൾ അത് ഞാൻ വേറെ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. എനിവേ, നമുക്ക് നമ്മുടെ കയ്യിൽ വർക്കിങ്ങിന് എന്ത് ക്യാപിറ്റൽ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് നമുക്ക് ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒന്നത്. രണ്ടാമത്തത്, നമുക്ക് ക്യാഷ് ഇല്ലെങ്കിൽ നമുക്കറിയാം ഭയങ്കര സ്ട്രെസ്സായിരിക്കും. ഫിനാൻഷ്യൽ ഡിസ്ട്രെസ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറക്കാം. അതുകൊണ്ടുണ്ടാകുന്ന കുറേ റിസ്കുകളൊക്കെ നമുക്ക് കുറക്കാനും വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിലൂടെ സാധിക്കാം. അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. അത് ഉറപ്പുവരുത്താൻ പറ്റും എന്നുള്ളതിന് പകരം ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇത് ഉണ്ടാകുമ്പോഴേ നമ്മുടെ പ്രോഫിറ്റബിലിറ്റി, അതേപോലെ തന്നെ ഓപ്പറേഷണൽ എഫിഷ്യൻസി ഒക്കെ എന്ത് ചെയ്യുള്ളൂ? ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു സംഗതിയാണ്. ഇനി ഈ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിലേക്ക് വരുമ്പോൾ ഞാൻ അതിനെ ഒരു പെട്ടെന്ന് മനസ്സിലാക്കാൻ, നമ്മൾ പ്രോഫിറ്റ് കൂട്ടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
നമ്മളുടെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ സൈക്കിൾ എന്ന് പറയുന്നത് വളരെ റെലവൻ്റാണ്. വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ സൈക്കിള് ഞാനൊരു ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ, നമ്മളൊരു പ്രൊഡക്ഷൻ ഇതെടുക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ടാമത്തെ പോയിന്റ് എന്താണ്, ക്യാഷ് ടു ക്യാഷ് സൈക്കിൾ. അത് തന്നെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ. ഒരു പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയിലേക്ക് നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, നമ്മൾ എന്ത് ചെയ്തു, ക്യാഷ് കൊണ്ടുവന്നു. ഞാൻ എക്സാമ്പിൾ അവിടെ 100 crore എന്നൊക്കെ പറയുന്നുണ്ട്, ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ക്യാഷ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രൊഡക്ഷന് വേണ്ട റോ മെറ്റീരിയൽ വാങ്ങും. നമ്മുടെ റോ മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ 3 മാസം കിടക്കുന്നു എന്ന് കരുതിക്കോ, ഇൻവെൻട്രി ആയിട്ട്. അത് വെച്ചിട്ട് നമ്മളൊരു റോ മെറ്റീരിയൽ നമ്മൾ സൂക്ഷിക്കുന്നത് 3 മാസത്തേക്കുള്ള ഇൻവെൻട്രി ആണ്, മീൻസ് റോ മെറ്റീരിയൽ ആണ് സ്റ്റോക്കായിട്ട് നമ്മൾ സൂക്ഷിക്കുന്നത്. പിന്നെ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊഡക്റ്റാക്കി മാറ്റണമല്ലോ. ആ പ്രൊഡക്റ്റാക്കി മാറ്റാൻ 1 മാസം എടുക്കുന്നു. ഇതൊരു റഫായിട്ടുള്ള എക്സാമ്പിളാണ്. അത് പീരീഡ് കൂടുമ്പോൾ എന്ത്, പീരീഡ് കുറയുമ്പോൾ എന്ത് എന്നുള്ളതൊക്കെ ഞാൻ വേറെ പറയാം. അതായത് നമ്മളോട് പ്രൊഡക്റ്റാക്കി മാറ്റാൻ 1 മാസം എടുക്കുന്നു. എന്നിട്ട് ആ പ്രൊഡക്റ്റ് സെയിലായിട്ട് കൺവേർട്ട് ചെയ്യാൻ, സ്റ്റോക്കായിട്ട് ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു, 1 മാസം തുടരുന്നു. അപ്പോൾ എത്രയായി, 3 മാസം റോ മെറ്റീരിയലിൻ്റെ നമ്മളെ കയ്യിൽ ക്യാഷ് വന്ന് നമ്മൾ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത റോ മെറ്റീരിയൽ 3 മാസം കിടന്നു. പ്രൊഡക്ഷന് വേണ്ടിയിട്ട് 1 മാസം വന്നു. പിന്നെ ആ പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യും, സെയിൽ ചെയ്യുന്നതിനിടയിൽ 1 മാസം വന്നു. എന്നിട്ട് നമ്മൾ ക്രെഡിറ്റ് സെയിലാണ് നടത്തിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ എന്താണ് കസ്റ്റമേഴ്സ് നമ്മൾ 3 മാസത്തെ ക്രെഡിറ്റും കൊടുത്തു. മൊത്തം എത്ര മാസമായി? എന്നിട്ട് ആ കസ്റ്റമറുടെ അടുത്ത് ക്യാഷ് കിട്ടാൻ എത്ര ക്യാഷ് കിട്ടുന്നു? അപ്പോൾ ഈ പീരീഡ് എടുക്കുകയാണെങ്കിൽ മൊത്തം എത്ര മാസം എടുത്തു? 8 മാസമാണ് എടുത്തത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷം ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് 8, പിന്നെ വർഷത്തിൽ 4 മാസം കൂടിയാണ് ബാക്കിയുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 സൈക്കിളാണ് ആ ക്യാഷ് കൺവേർട്ട് ചെയ്ത് വരാൻ എടുക്കുന്നത്. ഞാനിവിടെ എക്സാമ്പിൾ കൊടുത്തു, 100 കോടി മുടക്കിയാൽ നമുക്ക് ക്യാഷായിട്ട്, അല്ലെങ്കിൽ ടേൺ ഓവർ ആയിട്ട് എത്ര വരുള്ളൂ? 150 കോടിയേ വരുള്ളൂ. നമ്മൾ മനസ്സിലേക്ക് വരണം, 100 കോടി മുടക്കിയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ക്യാഷ് ടു ക്യാഷ് സൈക്കിൾ, അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ 1.5 150 കോടിയേ വരുള്ളൂ. ഞാൻ അതിൻ്റെ തൊട്ട് താഴെ പറഞ്ഞ ഉദാഹരണത്തിലേക്ക് വരികയാണെങ്കിൽ, അതേ കേസിൽ തന്നെ പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ റോ മെറ്റീരിയൽ 1 മാസമേ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. ആ 1 മാസം ഹോൾഡ് ചെയ്ത റോ മെറ്റീരിയലിനെ 15 ദിവസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രൊഡക്റ്റായിട്ട് മാറ്റും. അടുത്ത് ആ പ്രൊഡക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ 15 ദിവസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, സെല്ല് ചെയ്യും. നല്ല ഓഫറൊക്കെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സെല്ല് ചെയ്യുന്നു. കാരണം നമുക്ക് നേരത്തെ ക്യാഷ് കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവില്ല, സെല്ലിംഗ് പ്രൈസ് കുറച്ചിട്ട്. എന്നിട്ട് ആ ഓഫർ കൊടുക്കുമ്പോൾ നമ്മൾ കണ്ടീഷൻ വെക്കും, ക്രെഡിറ്റ് പീരീഡ് എത്ര ഉണ്ടാവുള്ളൂ? 1 മാസമേ ഉണ്ടാവുള്ളൂ. എപ്പോൾ നമ്മളെ കയ്യിലേക്ക് ക്യാഷ് എന്നിട്ട് വരുന്നു, ആ ക്രെഡിറ്റ് പീരീഡ് കഴിഞ്ഞ ശേഷം. ഇവിടെ എടുക്കുകയാണെങ്കിൽ ഇൻവെൻട്രി 1 മാസം, പ്രൊഡക്റ്റാക്കി മാറ്റാൻ 15 ദിവസം, അത് പ്രൊഡക്റ്റിനെ ഹോൾഡ് ചെയ്യുന്ന ഇൻവെൻട്രിക്ക് 15 ദിവസം, 2ആയി. പിന്നെ ഡെപ്റ്റേഴ്സ്, അതായത് റിസീവബിൾ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ അടുത്തു നിന്നുള്ള 1 മാസം കൊണ്ട് ക്യാഷ് കിട്ടുന്നു. അങ്ങനെ മൊത്തം എത്രയായി? 3 മാസമായി. അങ്ങനെ എടുക്കുമ്പോൾ 1 വർഷത്തിൽ അത് എന്ത് ചെയ്യുന്നു, ക്യാഷായിട്ട് 4 പ്രാവശ്യം കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 100 കോടി മുടക്കി കഴിഞ്ഞാൽ 400 കോടിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ടേൺ ഓവർ വരുന്നു. ഇവിടെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിലുള്ള ക്യാഷായിട്ട് മാറ്റിയെടുക്കാനുള്ള പീരീഡ്, അതായത് ക്യാഷ് ടു ക്യാഷ് സൈക്കിൾ അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്ന് പറയുന്നത് വളരെ റെലവൻ്റ് ആണ്. പ്രോഫിറ്റ് കൂട്ടണോ, ഈ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്ത് ചെയ്യണം, കുറയ്ക്കണം. കുറേ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്, കുറേ നമ്മുടെ കയ്യിൽ എന്തുണ്ട്, കിട്ടാനുള്ള ക്യാഷ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ കിടക്കുള്ളൂ. അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല. എങ്ങനെയൊക്കെ, ഏതൊക്കെ മാർഗത്തിൽ, ഏതെല്ലാം രീതിയിൽ നമുക്ക് ഈ പറയുന്ന സൈക്കിൾ കുറക്കാൻ പറ്റുമോ അതനുസരിച്ച് ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് എന്ത് ചെയ്യും, കൂടും. 100 കോടി മുടക്കി 8 മാസത്തെ എന്താണ് ക്യാഷ് ടു ക്യാഷ് സൈക്കിൾ വരുമ്പോൾ നമുക്ക് 150 കോടിയുടെ ടേൺ ഓവർ വരുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് എത്ര ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. എന്നാൽ രണ്ടാമത്തെ കേസിൽ 100 കോടി മുടക്കിയാൽ 400 കോടിയുടെ ടേൺ ഓവർ ആണ്, ക്യാഷ് ടു ക്യാഷ് നടക്കുമ്പോഴാണല്ലോ. എങ്കിൽ ആ 400 കോടിയിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എന്തായിരിക്കും? അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ബാക്കിയൊക്കെ നമ്മൾ മാറ്റി നിർത്താം, നമ്മളെ മെഷീനറി ഇതെല്ലാം മാറ്റി നിർത്താം. ഇവിടെയാണല്ലോ കളി നടക്കുന്നത്. എന്താണ്, മെറ്റീരിയൽ ക്യാഷ് ഉണ്ടാവണം, അത് വെച്ചിട്ട് റോ മെറ്റീരിയൽ വാങ്ങണം, അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് വാങ്ങണം, അത് കസ്റ്റമറിലേക്ക് കൊടുക്കണം, കസ്റ്റമർ അടുത്ത് നിന്ന് ആ ക്യാഷ് എന്ത് ചെയ്യണം, കിട്ടണം. ഈ പീരീഡ് എത്ര കണ്ട് ചുരുക്കാൻ പറ്റുമോ അതായിരിക്കും നമ്മളുടെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് തീരുമാനിക്കുന്നത്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ അല്ലെങ്കിൽ ക്യാഷ് ടു സൈക്കിൾ നമ്മളെ മനസ്സിലുണ്ടായിരിക്കണം. ഇനി നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൽ നമ്മളുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക കപ്പാസിറ്റി, അല്ലെങ്കിൽ അത് മീറ്റ് ചെയ്യാനുള്ള ഓപ്പറേഷണൽ ഈസിനെസ് അറിയാൻ
സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ചില മെട്രിക്സുകൾ, ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള സംഗതികളുണ്ട്. പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള മെട്രിക്സ് ഒന്ന് കറണ്ട് റേഷ്യോ എന്ന് പറയും. കറണ്ട് റേഷ്യോ ഞാൻ നേരത്തെ പറഞ്ഞു, കറണ്ട് അസറ്റ് അതിനെ കറണ്ട് ലാബിലിറ്റിയുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. കറണ്ട് അസറ്റ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു, നമ്മുടെ മുന്നിലുള്ള ഇൻവെൻട്രി, അതായത് സ്റ്റോക്ക്, നമുക്ക് കിട്ടാനുള്ള ക്യാഷ് അതിന് നമ്മൾ കൊടുക്കാനുള്ളതുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഐഡിയൽ ആയിട്ട് പറയുന്നത് 1 രൂപ കറണ്ട് ലാബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ 2 രൂപയുടെ അസറ്റ് ഉണ്ടായിരിക്കണം. 1 രൂപ കൊടുക്കാനുണ്ടെങ്കിൽ, കൊടുക്കാനെന്ന് പറയുമ്പോൾ അത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റും വരും, അതേപോലെ തന്നെ പേബിൾസും വരും, എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതും വരും കൊടുക്കാനുള്ളത്. അതിന് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉൾപ്പെടെ നമ്മളെ കയ്യിൽ 2 രൂപയുടെ അസറ്റ് ഉണ്ടായിരിക്കണം. ചില ഇൻഡസ്ട്രിയിൽ അത് 1.5 ആയിരിക്കും. അപ്പോൾ അത് ഏതൊക്കെ ഇൻഡസ്ട്രി എന്നുള്ളത് ട്രേഡിംഗ് സർവീസ് അവരുടെ ബിസിനസ്സിന് നേച്ചറൊക്കെ അനുസരിച്ച് മാറാം. എന്തായാലും ഐഡിയൽ റേഷ്യോ എന്ന് പറയുന്നത് 1 രൂപയുടെ ലാബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് 2 രൂപയുടെ അസറ്റ് ഉണ്ടാവണം. അതിൻ്റെ മേലേക്ക് ഉണ്ടായാൽ എന്ത് എന്നുള്ളത് ഞാൻ എൻ്റെ തുടർന്നുള്ള ചർച്ചയിൽ വേറെ ഞാൻ വരുന്നുണ്ട്. ഐഡിയൽ ഇതാണ്. അതിൻ്റെ മേലേക്ക് പോയാൽ എന്ത്, താഴേക്ക് പോയാൽ എന്ത് എന്നുള്ളത് ഞാൻ വേറെ പറയാം. കാരണം അത് ക്യാഷ് എന്ത് വേണം, എങ്ങനെ വേണം എന്നുള്ളത് വേറെ ഡിസ്കഷൻ വരുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് കൊടുക്കാനുള്ള ബാധ്യതകൾ പെട്ടെന്ന് കൊടുക്കാനുള്ളത് മീറ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ എന്ത് അസറ്റ് ഉണ്ട് എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാനുള്ളതാണ് നേരത്തെ പറഞ്ഞ ക്വിക്ക് റേഷ്യോ എന്നൊക്കെ നമുക്കതിനെ വിളിക്കാം. നേരത്തെ പറഞ്ഞ കറണ്ട് അസറ്റിൽ നിന്ന് ഇൻവെന്ററി ഒഴിവാക്കുക. കാരണം സ്റ്റോക്ക് എപ്പോഴാണത് ക്യാഷ് ആയിട്ട് അല്ലെങ്കിൽ അസറ്റായിട്ട് ക്യാഷ് ആയിട്ട് മാറുക എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇൻവെന്ററി ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്ന കറണ്ട് അസറ്റ്, അപ്പോൾ എന്ന് വെച്ചാൽ ക്യാഷ്, ബാങ്ക് കിട്ടാനുള്ള റിസീവബിൾസ്, അതിന് എന്ത് ചെയ്യുന്നു, കൊടുക്കാനുള്ള ലാബിലിറ്റി ആയിട്ടുള്ള ക്രെഡിറ്റേഴ്സും ഓവർ ഡ്രാഫ്റ്റുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 1:1 ഉണ്ടായിരിക്കണം. 1 രൂപയുടെ ലാബിലിറ്റിക്ക് നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഒഴിവാക്കിയിട്ടുള്ള കറണ്ട് അസറ്റ് 1 രൂപ ഉണ്ടായിരിക്കണം. അതാണ് ഐഡിയൽ റേഷ്യോ. നിങ്ങളുടെ ബിസിനസ് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാനുള്ള ഒരു ബേസ് ആണ്, മെട്രിക്സ് ആണ് ഈ പറഞ്ഞൊരു സാധനം. നിങ്ങൾക്ക് നിങ്ങളുടെ കറണ്ട് റേഷ്യോ എന്ത് ചെയ്യാം, അളക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ക്വിക്ക് റേഷ്യോ അളക്കാം. അത് കുറവാണെങ്കിൽ ബി കെയർഫുൾ. കാരണം നമുക്ക് ഓപ്പറേഷൻ അത് എന്ത് ചെയ്യും, ബാധിക്കും. ഓപ്പറേഷനെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ എന്താ ചെയ്യുക, ക്രെഡിറ്റേഴ്സ് ചവിട്ടും. നിങ്ങൾ ഈ സൂപ്പർ മാർക്കറ്റ് ചെയിനുകൾ, ഞാൻ മുമ്പ് എൻ്റെ സംസാരത്തിൽ പറഞ്ഞിട്ടുണ്ടോ അറിയില്ല, കഴിഞ്ഞ സെഷനിൽ സൂപ്പർ മാർക്കറ്റ് ചെയിന് പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, ഒരു പോയിന്റിൽ അത് ബിസിനസ് തകരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സപ്ലയേഴ്സിന് കൊടുക്കുന്ന ക്യാഷിൽ എന്ത് ചെയ്യുന്നു, വീഴ്ച വരുന്നു. സപ്ലയേഴ്സിന് കൊടുക്കുന്ന ക്യാഷിൽ വീഴ്ച വന്നു കഴിഞ്ഞാൽ സപ്ലയേഴ്സ് ചവിട്ടാൻ തുടങ്ങും. സപ്ലയേഴ്സ് ചവിട്ടൽ എവിടെയായിരിക്കും, മെയിൻ പ്രൊഡക്റ്റിലായിരിക്കും. പിന്നെ അവരെന്ത് ചെയ്യുന്നു, സപ്ലിമെന്ററി പ്രൊഡക്റ്റിലേക്ക് ചവിട്ടാൻ തുടങ്ങും. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും, കസ്റ്റമർ വരുമ്പോൾ അവർക്ക് വേണ്ട ആ സാധനങ്ങൾ ഉണ്ടാവില്ല. സാധനങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ വാക്യൻ കുറയും എന്ന് പറഞ്ഞാൽ ബാസ്ക്കറ്റ് വാല്യൂ കുറയും, പിന്നെ വാക്യൻ കുറയും. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, സപ്ലയർക്ക് കൊടുക്കാനില്ല, സാലറി കൊടുക്കാനുണ്ടാവില്ല, റെന്റ് കൊടുക്കാനുണ്ടാവില്ല. ഗ്രാജുവലി അതെന്ത് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്ന രീതിയിലേക്കാണ് മാറുക. അത് തുടർന്നുള്ള ചില പോയിന്റിൽ ആ ചർച്ച ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്, അവിടെ നോട്ട് ഡീറ്റെയിൽ ചെയ്യുക. അപ്പോൾ നമ്മളുടെ ബാലൻസ് ഷീറ്റ് എടുത്ത് കഴിഞ്ഞാൽ, കഴിഞ്ഞ സെഷനിൽ ഞാൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റും പറയാം. ബാലൻസ് ഷീറ്റ് എടുത്ത് കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ നമുക്ക് കറണ്ട് അസറ്റ് കാണാൻ പറ്റും. അതിന് ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിലുള്ള കറണ്ട് ലാബിലിറ്റിയുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റണം നമ്മളെ കറണ്ട് റേഷ്യോ എന്താണ്, ക്വിക്ക് റേഷ്യോ എന്താണ്. അതനുസരിച്ച് നമുക്ക് ഈസിനെസ് മനസ്സിലാക്കാൻ പറ്റും. ഇനി അതേപോലെ തന്നെ മൂന്നാമത്തതാണ് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത ക്യാഷ് കൺവേർഷൻ സൈക്കിൾ, അതായത് ക്യാഷ് ടു ക്യാഷ് സൈക്കിൾ. അതും നമ്മൾ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യണം. എത്ര ചെറുതാണ് നമ്മളുടെ ക്യാഷ് ടു ക്യാഷ് സൈക്കിൾ, അതിനനുസരിച്ച് നമ്മുടെ പ്രോഫിറ്റബിലിറ്റി കുറച്ചുകൂടി എന്തായിരിക്കും, കൂടുതലായിരിക്കും, അല്ലെങ്കിൽ എളുപ്പമായിരിക്കും എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കാനുള്ളത്. ഇനി അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്നുള്ളത്. നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കും, വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ കുറയുന്നതിനനുസരിച്ച് നമ്മളുടെ എന്ത് ചെയ്യും, ടേൺ ഓവർ കൂടുന്നതിനനുസരിച്ച് പ്രോഫിറ്റ് കൂടും. രണ്ടാമത് ഞാൻ പറഞ്ഞത് നമ്മളുടെ ഓപ്പറേഷൻ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിൽ ഓപ്പറേഷന് വേണ്ട നമ്മളുടെ കയ്യിലുള്ള ബിസിനസ്സിന് വേണ്ട അസറ്റ് ഉണ്ടോ ഇല്ലോ എന്നറിയാൻ ഈ പറയുന്ന റേഷ്യോകൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അത് ഓരോരോ പീരിയഡിക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണം. ഇനി ഞാൻ മുന്നോട്ട് പോകുന്നത്, ഞാൻ 4 ഐറ്റത്തിലാണ് ഇനി ഫോക്കസ് ചെയ്യുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. അതിൽ 1 ഇൻവെന്ററി ആണ്, 2 റിസീവബിൾ ആണ്, 3 പേബിൾ ആണ്, 4 ക്യാഷ് ആണ്. ഇൻവെന്ററി എടുക്കാം. ഇൻവെന്ററി മാനേജ്മെന്റിന്റെ പ്രാധാന്യം ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാം. 1, ഇൻവെന്ററി മാനേജ്മെന്റിൽ നമ്മുടെ അജണ്ടയിൽ 1 വരേണ്ടത്, ബിസിനസ്സിൽ ഒപ്റ്റിമം സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റണം, ഉറപ്പ് വരുത്താൻ പറ്റണം. എന്തിനു വേണ്ടിയിട്ടാണ്, ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലാവും, കസ്റ്റമറുടെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒപ്റ്റിമം സ്റ്റോക്കിനെ കുറിച്ചാണ് പറയുന്നത്. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. കൂടിയ എന്താ പ്രശ്നം, ക്യാരിയിങ് കോസ്റ്റ് എന്ത് ചെയ്യും, അവിടെ
കൂടുതലായിരിക്കും. ക്യാരിങ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 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 ഇൻവെന്ററി സൂക്ഷിക്കാൻ വേണ്ടി വരുന്ന സ്പേസ് മാത്രമല്ല നമ്മളെ മനസ്സിലേക്ക് വരേണ്ടത്. അതിന് ആ ഇൻവെന്ററിയെ ക്യാരി ചെയ്യാനുള്ള എല്ലാ കോസ്റ്റും വരും. ഒരു ഐറ്റം നിങ്ങൾ സൂക്ഷിക്കുമ്പോൾ അതിന് സ്പേസ് വേണം. ആ ഐറ്റം സൂക്ഷിക്കാൻ അതിന് ഇലക്ട്രിസിറ്റി ചാർജ് വരും. ആ ഐറ്റം സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാഫിന് എന്ത് ചെയ്യേണ്ട, ഒരു അപ്പോയിന്റ് ചെയ്യും. ആ ഐറ്റം സൂക്ഷിക്കാനുള്ള ഫിക്സഡ് അസറ്റ്, അതിൻ്റെ എക്യുപ്മെന്റ് വേണ്ടി വരും. ഇപ്പോൾ പെറിഷബിൾ ഗുഡ്സ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ റെഫ്രിജറേഷൻ, ഇങ്ങനത്തെ എല്ലാ സംഗതികളും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് കൂടിയാൽ ഈ പറയുന്ന ഓരോരോ കോസ്റ്റ് കോമ്പണന്റും കൂടും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ക്യാരിങ് കോസ്റ്റ്, അത് ക്യാരി ചെയ്യാനുള്ള കോസ്റ്റ് കുറക്കാൻ നമ്മൾ ഓവർ സ്റ്റോക്ക് വരാൻ പാടില്ല, ഒപ്റ്റിമൽ സ്റ്റോക്കിലേക്ക് പോകണം. അതേസമയം തന്നെ അണ്ടർ സ്റ്റോക്ക് ആയാൽ എന്താ സംഭവിക്കുക? സ്റ്റോക്ക് ഔട്ട് വരും. ആ സ്റ്റോക്ക് ഔട്ട് തടയാന്നുള്ളതും ഇൻവെന്ററി മാനേജ്മെന്റിന്റെ ടാർഗറ്റായിട്ട് മാറണം. സ്റ്റോക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? സെയിൽസ് കുറയും. സെയിൽസ് കുറഞ്ഞിട്ട് സെയിൽസ് കുറയുന്ന എങ്ങനെയായിരിക്കും? സാധനം ഇല്ലാത്തതുകൊണ്ട് കസ്റ്റമേഴ്സ് ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് സെയിൽസിന്റെ റിഡക്ഷനിലേക്ക് മാറും. പിന്നെ എഗെയിൻ കൂടുതൽ സ്റ്റോക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് കൂടുതൽ ക്യാഷ് വേണ്ടി വരും. കൂടുതൽ ക്യാഷ് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷ് എന്ത് ചെയ്യാണ്? ഇൻവെന്ററിയിൽ കെട്ടിക്കിടക്കാണ്. നമുക്ക് അതുകൊണ്ട് കിട്ടേണ്ട വേറൊരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുമല്ലോ, അതവിടെ മുടങ്ങിക്കിടക്കും. അതുകൊണ്ട് ക്യാഷ് ഫ്ലോ ഈസിനെസ്സിന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ഓവർ സ്റ്റോക്കിങ്, അണ്ടർ സ്റ്റോക്കിങ്, ഇതൊക്കെ ഒഴിവാക്കാൻ നമ്മൾക്ക് ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു തോട്ട് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഈ ഇൻവെന്ററി മാനേജ്മെന്റിന് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റും ചില ടൂളുകൾ മാത്രമാണ്. ഇവിടെ ഒരുപാട് ടൂളുകളുണ്ട്. അതിൽ ഒന്നാണ് ABC അനാലിസിസ് എന്ന് പറയുന്നത്. ഇൻവെന്ററി മാനേജ്മെന്റ് സ്ട്രാറ്റജിയിൽ ABC അനാലിസിസിൽ എന്താ ABC അനാലിസിസ്? നിങ്ങൾ ABC കാറ്റഗറി ആയിട്ട് നിങ്ങളുടെ ഇൻവെന്ററിയെ നിങ്ങൾ തരംതിരിക്കുക. എന്ന് പറയുന്ന കാറ്റഗറി ഹൈ വാല്യൂ ഐറ്റം ആണ്, പക്ഷെ ലോ സെയിൽ ഫ്രീക്വൻസി അതിലുണ്ടാവുള്ളൂ. അത് സെയിലായിട്ട് മാറുന്നത് കുറവായിരിക്കും, പക്ഷെ വാല്യൂ എന്ന് പറയുന്ന ഹൈ ആണ്. അതുകൊണ്ട് 20% ഐറ്റംസ് 80% വാല്യൂ ആണ് അതിനുണ്ടാവുന്നത്. B എന്ന് പറയുന്നത് മോഡറേറ്റ് വാല്യൂ ഐറ്റംസ് ആണ്. 30% ഐറ്റംസ് 15% വാല്യൂ ആണ്. C എന്ന് പറയുന്നത് ലോ വാല്യൂ ഐറ്റംസ് ആണ് വിത്ത് ഹൈ സെയിൽസ് ഫ്രീക്വൻസി ആണ്. അപ്പോൾ നമുക്ക് തന്നെ എടുത്താൽ മതി, ഒരു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ട്രേഡേഴ്സ് ഇതിലുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി. നിങ്ങളുടെ ഗുഡ്സിൽ ഹൈ വാല്യൂ ഐറ്റംസ് പക്ഷെ കുറച്ചേ ഉണ്ടാവുള്ളൂ നിങ്ങൾ. എന്നാൽ ലോ വാല്യൂ ഐറ്റംസ് അത് മാക്സിമം ഈ കസ്റ്റമർ വരുമ്പോൾ അത് കൂടുതൽ വാങ്ങിക്കൊണ്ടേയിരിക്കും. ഈ ഒരു കാറ്റഗറൈസേഷൻ നടത്തണം നമ്മൾ. എന്നിട്ട് നമ്മൾ തീരുമാനിക്കേണ്ടത് കാറ്റഗറിക്ക് കുറച്ച് ഫോക്കസ് കൊടുക്കണം. കുറച്ച് നല്ല ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ അത് ക്രിട്ടിക്കൽ ഐറ്റത്തെ മാനേജ് ചെയ്യുന്നതിന് റിസോഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? ഫോക്കസ് റിസോഴ്സ് അതിലായിരിക്കണം. ഈ C കാറ്റഗറി ഇൻവെസ്റ്റ്മെന്റ് കുറവാണ്, അത് ഓട്ടോമാറ്റിക് റീസ്റ്റോക്കിങ്ങിന് നമുക്ക് സാധിക്കണം. പച്ചക്കറി എടുത്താൽ മതി, വെജിറ്റബിൾസ് സൂപ്പർ മാർക്കറ്റിന്റെ കേസിൽ ഓട്ടോമാറ്റിക് റീസ്റ്റോക്കിംഗ് അതിൽ നടക്കണം. പാല്, ഇങ്ങനത്തെ കുറെ ഐറ്റംസ് ഉണ്ടാവും ലെസ് വാല്യൂ ഐറ്റംസ് ആയിട്ടുള്ള. എന്നാൽ ഈ ഇലക്ട്രോണിക് ഐറ്റംസ്, ഞാനത് സൂപ്പർ മാർക്കറ്റ് കോൺസെപ്റ്റിലേക്ക് എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ നടത്തിക്കൊണ്ടായിരിക്കണം. ഇതിന് ഞാനിപ്പോൾ പറയുന്നത് അതിൻ്റെ ഒരു മിനിമം കോൺസെപ്റ്റ് ആണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നമ്മളുടെ ബിസിനസ്സിൽ ഇൻവെന്ററിയെ നമുക്ക് അനലൈസ് ചെയ്ത് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഏതിൽ കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ്, ഏത് പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റും എന്നുള്ളത്. ഇത് ഒരു അപ്രോച്ചാണ്, ഒരു സ്ട്രാറ്റജിയാണത്. അത് മാത്രം അഡോപ്റ്റ് ചെയ്താൽ പോരാ. രണ്ടാമത്തതാണ് വേറൊരു കാറ്റഗറി, ജസ്റ്റ് ഇൻ ടൈം. ഈ ടൊയോട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതായത് ഇൻവെന്ററിക്ക്, സ്റ്റോക്കിന് നമ്മൾ ഓർഡർ കൊടുക്കുക എപ്പോഴാണോ അത് ആവശ്യം വരുന്നതിന് തൊട്ട് മുമ്പ് മിനിമേ ഈ ഐറ്റം നമ്മൾ എന്ത് ചെയ്യുള്ളൂ? സ്റ്റോർ ചെയ്യുള്ളൂ. ഇതിൻ്റെ ഒരു ഇത് ഉണ്ടാക്കുന്ന ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാരിങ് കോസ്റ്റ് കുറക്കാൻ പറ്റും, ക്യാഷ് ഫ്ലോ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിലൊരു റിസ്ക് ഉണ്ട്. ആ റിസ്ക് എന്ന് പറയുന്നത് നമുക്ക് റിലയബിൾ സപ്ലയർ അവിടെ ഉണ്ടായിരിക്കണം. നമ്മൾ ചോദിക്കുമ്പോൾ ഗുഡ്സ് തരാൻ പറ്റുന്ന സപ്ലയർ ഉണ്ടായിരിക്കണം. ആ സപ്ലയർ അടുത്തുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് ഗുഡ് ആയിരിക്കണം. മാത്രമല്ല നമുക്ക് ആവശ്യമുള്ള ഐറ്റത്തിന്റെ ഡിമാൻഡ് നമുക്ക് ഒരു മിനിമം ലെവലെങ്കിലും നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഇൻ ടൈം ജിറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻവെന്ററി മാനേജ്മെന്റ് സ്ട്രാറ്റജിയിൽ ഒന്ന് ABC അനാലിസിസ്. നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് വെച്ചുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കോൺസെപ്റ്റിനൊന്ന് ആലോചിച്ച് നോക്കുക. രണ്ടാമത്തത് ജസ്റ്റ് ഇൻ ടൈം. ജസ്റ്റ് ഇൻ ടൈം നമ്മൾ അത് എവിടെയെല്ലാം അഡോപ്റ്റ് ചെയ്യാൻ പറ്റും അതൊക്കെ അഡോപ്റ്റ് ചെയ്യണം. അത് അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഒരു റിസ്ക് ഉണ്ട്, റിലയബിൾ സപ്ലയർ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി മറ്റൊന്നാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ടെക്നോളജിയുടെ വേൾഡ് ആണ്. അപ്പോൾ നേരത്തെ AI കുറിച്ചുള്ള ഒരു സെഷൻ ഡിസ്കഷൻ ഒരു സെഷൻ നമുക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു.
ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നമുക്ക് പറ്റണം. നമ്മൾ ഇപ്പം നിലനിൽക്കുന്ന ലോകത്ത് അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്താണ് സാധാരണഗതിയിൽ ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാൻ മുമ്പ് ഒരാളായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അതേ പറഞ്ഞ ക്യാരി ഫോറിൻ്റെ എക്സാമ്പിളാണോ സംശയമുണ്ട്. നിങ്ങളും ചിലപ്പോൾ അത് ഇതിൽ സൂപ്പർ മാർക്കറ്റ് ടീം ഉണ്ടെങ്കിൽ അവർ അഡോപ്റ്റ് ചെയ്യുന്നുണ്ടാവും. അവർ CCTV നോക്കിയിട്ട് ആ CCTVയിൽ ഏത് സമയത്താണ് ഏത് ഏരിയയിലേക്കാണ് ആളുകൾ വരുന്നത് എന്നുള്ള അനാലിസിസിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സ്റ്റാഫിന് എന്ത് ചെയ്യുന്നുണ്ട്, നിയോഗിക്കുന്നുണ്ട്. ഇന്ന സെക്ഷനിലേക്ക് ഇന്ന് ഡാറ്റ ഇങ്ങനെ നോക്കുന്ന സമയത്ത് എന്താണ് ഇത്ര ആളുകൾ അവിടേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല ഒഴുക്ക് ആ ഏരിയയിലേക്കാണെങ്കിൽ അവിടെ ആള് ആ സമയത്ത് പ്ലേസ് ചെയ്യണം. ഞാൻ പറഞ്ഞു വെച്ചാൽ ഇങ്ങനെയുള്ള ഡാറ്റ വെച്ചുകൊണ്ട് ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ച് മാർക്കറ്റ് ട്രെൻഡ് വെച്ച് നമ്മളുടെ സീസൺ പാറ്റേൺ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റണം. ആ ഡിമാൻഡ് അനുസരിച്ച് സ്റ്റോക്ക് ചെയ്യുക. നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്ന സംഗതി തന്നെയാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന എന്താണ്, നമ്മളെ നാടൻ ശൈലിയിൽ ഒരു കമ്മട്ടക്കണക്ക് എന്നൊക്കെ പറയല്ല, ആ രീതിയിലാണ്. അതിന് പകരം ക്ലിയർ കട്ട് നമുക്ക് എന്ത് വേണം, ഏത് ഐറ്റം എത്രയാണ് അതിൻ്റെ വാല്യൂ, അത് എന്താണ് സീസണിൽ എങ്ങനെയാണ് അതിൻ്റെ ഡിമാൻഡ്, അതനുസരിച്ച് നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇൻവെന്ററി മാനേജ്മെന്റിന്റെ റെലവൻസ് ഞാൻ പറയാതെ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ മാക്സിമം ക്യാഷ് കിടക്കുന്നത് അവിടെയാണ്. അതേപോലെ തന്നെ കസ്റ്റമർ ഡിസാറ്റിസ്ഫാക്ഷൻ വരാതെ നോക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇൻവെന്ററി സൂക്ഷിക്കുമ്പോൾ അതിൻ്റെ ക്യാരിയിങ് കോസ്റ്റ് കൂടാനും പാടില്ല. ഇങ്ങനെയുള്ള ഒരുപാട് ടാർഗറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇൻവെന്ററി മാനേജ്മെന്റിന് നമ്മൾ ആവശ്യമുള്ള സ്ട്രാറ്റജി എന്ത് ചെയ്യണം, ഉപയോഗിച്ചിരിക്കണം. അതിൽ എക്സാമ്പിൾസ് മാത്രമാണ്, ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരുപാട് ടൂളുകൾ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ABC, ജസ്റ്റ് ഇൻ ടൈം, അതേപോലെ തന്നെ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, ഇങ്ങനെയുള്ള ടൂളുകൾ നമ്മൾ ഉപയോഗിക്കണം. ഇനി ഇൻവെന്ററി മാനേജ്മെന്റിൽ നിന്ന് റിസീവബിൾ മാനേജ്മെന്റിലേക്ക് കിട്ടാനുള്ള ക്യാഷ് എങ്ങനെയൊക്കെ നമുക്ക് കളക്ട് ചെയ്യാം. നമ്മളെ മനസ്സിലുണ്ടാവേണ്ടത് ക്യാഷ് കയ്യിൽ വന്നാലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാര്യം നടക്കുള്ളൂ. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾക്ക് കസ്റ്റമർക്ക് ഡിസ്കൗണ്ട് കൊടുത്താൽ, ഇത്ര പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കൊടുത്താൽ ഇത്ര ക്യാഷ് നമുക്ക് കിട്ടും. ഇത്ര ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ROI ഉണ്ട്, ഈ ക്യാഷ് ഉപയോഗിച്ച് നമുക്ക് നേടാനുള്ള, അത് എത്രയാണ് എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറുടെ അടുത്ത് 10 ലക്ഷം കിടക്കുന്നു. ആ 10 ലക്ഷം കസ്റ്റമറുടെ അടുത്ത് 3 മാസം കിടക്കുകയാണെങ്കിൽ ആ 10 ലക്ഷം കസ്റ്റമർ 15 ദിവസം കൊണ്ട് തരാൻ നമ്മൾ കുറച്ച് ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ROIൻ്റെ താഴെയാണ് ഈ ഡിസ്കൗണ്ട് എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ ഡിസ്കൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു കാൽക്കുലേഷൻ മെത്തേഡിൽ കസ്റ്റമറെ നമ്മൾ എന്ത് ചെയ്യണം, ഓഫർ കൊടുത്ത് നേരത്തെ പേ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. അത് നമ്മളെ കയ്യിലേക്ക് ക്യാഷ് വരുത്തും. ക്യാഷ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ROI മാത്രമല്ല, ക്യാഷ് വന്നാലേ സാലറി കൊടുക്കാൻ പറ്റുള്ളൂ. സാലറി കൊടുത്താൽ എന്താണ് നമ്മൾ ടീം സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. ടീം സാറ്റിസ്ഫൈഡ് ആയാലേ എന്ത് ചെയ്യുള്ളൂ, അവർ കൂടുതൽ എനർജി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾക്ക് വേണ്ടി എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. മാത്രമല്ല ക്യാഷ് വന്നാലേ സപ്ലയർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. സപ്ലയർ അടുത്ത് നമുക്ക് സാധാരണഗതിയിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാൽ പർച്ചേസിന്റെ മേലെ ഡിസ്കൗണ്ട് ഉണ്ടാവും. ആ പർച്ചേസിന്റെ ഡിസ്കൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ലഭ്യമാവുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മളുടെ ROI ഈ പറയുന്ന പല ഫാക്ടറും വെച്ചുകൊണ്ട്, ഇനി മാത്രമല്ല നേരത്തെ ക്യാഷ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാങ്കിന്റെ ലോൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീപേ ചെയ്യാൻ പറ്റും. ബാങ്കിൽ ഇൻട്രസ്റ്റും അതേപോലെ തന്നെ ഇപ്പുറത്ത് കൊടുക്കുന്ന ഡിസ്കൗണ്ടും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്യാൻ പറ്റും ഓവർ ഡ്രാഫ്റ്റിന്റെ കേസിൽ. അപ്പോൾ ഇങ്ങനെയുള്ള പല ഫാക്ടറും വെച്ചുകൊണ്ട് നമുക്ക് എന്ത് വേണം, ഒരു ഇൻസെൻറ്റീവ് പോളിസി കസ്റ്റമറുമായി ബന്ധപ്പെട്ട് വേണം. അതാണ് റിസീവബിൾ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. രണ്ടാമത്തേത് ക്ലിയർ കട്ട് ക്രെഡിറ്റ് പോളിസി വേണം. എസ്പെഷ്യലി പുതിയ ലോകത്ത്, ഇപ്പോഴത്തെ ലോകത്ത് നമുക്ക് ക്ലിയർ കട്ട് ക്രെഡിറ്റ് പോളിസി ഉണ്ടായേ തീരൂ. അതിൽ അഡ്വാൻസ് എങ്ങനെയൊക്കെ ആയിരിക്കണം, എത്ര ദിവസം വരെ ആയിരിക്കണം, അതിൽ ചെക്കിൻ്റെ സിസ്റ്റം, ഇങ്ങനെ എല്ലാം വേണം. കാരണം ഒരുപാട് കസ്റ്റമേഴ്സിനെ നമ്മൾ, ഇപ്പം ഞാൻ ആസ് എ കൺസൾട്ടൻറ്റ് നമ്മൾ പ്രാക്ടീസിങ് ഫീൽഡിൽ നിൽക്കൊണ്ട് ഞാൻ പറയാണ്, ഒരുപാട് ബിസിനസ്സിൽ കോടിക്കണക്കിന് ഉറുപ്പ് റിസീവബിൾ ഉണ്ട്. ഞാൻ അവരോട് ചോദിച്ചു, ക്രെഡിറ്റ് പോളിസി ടൈറ്റ് ചെയ്തൂടെ? അപ്പോൾ അവർ പറയുന്നത് അപ്പോൾ സെയിൽസ് കുറയും എന്നുള്ളത്. ഞാൻ പറയുന്നത്, എൻ്റെ ചോദ്യം എത്രയേ ഉള്ളൂ, കിട്ടാക്കടമായിട്ട് മാറുന്ന ഒരുപാട് ക്യാഷ് ഇതിലുണ്ട്. അതുമാത്രമല്ല, ഇത്രയും ക്യാഷ് അവിടെ കെട്ടിക്കിടന്ന് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ROI എന്ന് പറയുന്നത് എന്താണ്? അത് നേരെ വേറെ ഏതെങ്കിലും രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ഉണ്ടല്ലോ. അതുകൊണ്ട് പുതിയ വേൾഡിൽ നമ്മൾ 90 ഡേയ്സ് ക്രെഡിറ്റിലേക്ക് പോകണോ, അത് 60 ഡേയ്സിലേക്ക് കൊണ്ടുവരണോ, അത് 30 ഡേയ്സിലേക്ക് കൊണ്ടുവരണോ, ഇത് നമ്മൾ തീരുമാനിക്കേണ്ടതാണ്. കുറച്ചൊക്കെ ഇഷ്യൂസ് ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു ട്രാൻസിഷൻ പീരീഡിൽ ഉണ്ടെങ്കിലും ആ സിസ്റ്റം നിങ്ങൾ അഡോപ്റ്റ് ചെയ്യാത്ത കാലത്തോളം നിങ്ങൾക്ക് ക്യാഷ് ഇല്ലെങ്കിൽ 10 കോടി കിട്ടാനുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന പല ആളുകളുണ്ട് 3 കോടി 4 കോടിയും കിട്ടാനുണ്ട്. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, ആകെ താടി മുടിയൊക്കെ നരച്ച് ഇപ്പുറത്ത് എന്ത് ചെയ്യും, സാലറി കൊടുക്കാൻ ക്യാഷ് ഇല്ല, അതിൻ്റെ സ്ട്രെസ് ഇപ്പുറത്ത് റെന്റിൻ്റെ. ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ബിസിനസ് എടുത്തുന്നത്? കുറെ സ്ട്രെസ് ഉണ്ടാക്കാനല്ലല്ലോ.
അപ്പോൾ നമുക്ക് അതിൽ ക്ലിയർ കട്ട് ക്രെഡിറ്റ് പോളിസി വേണം. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ ഇൻവോയ്സിങ് സിസ്റ്റം പുതിയ വേൾഡാണ്, ടെക്നോളജിയുടെ വേൾഡാണ്. നമുക്ക് ഇൻവോയ്സിങ് സിസ്റ്റത്തെ ഓട്ടോമേറ്റ് ചെയ്ത് അതിന് റിമൈൻഡർ അയക്കാൻ പറ്റുന്ന, ഓവർ ഡ്യൂ പേയ്മെൻറ്റ് എല്ലാത്തിനും റിമൈൻഡർ അയക്കാൻ പറ്റുന്ന ഒരു മെക്കാനിസം നമുക്ക് ഉണ്ടായിരിക്കണം. ഞാനിത് പറയാനുള്ള കാരണം ഈ പുതിയ വേൾഡിൽ അത് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഉണ്ട്, നമ്മുടെ തന്നെ ഒരു പാർട്ട്ണറായിട്ടുള്ള ആളാണ്. പുള്ളി എന്താണ് ഈ UAE റിയൽ എസ്റ്റേറ്റ് ടീമിന് അവരെ ഡമാക്കെ മാറു പോലെയുള്ള ടീമുകൾക്ക് മുന്നിൽ പുള്ളി അവതരിപ്പിച്ചിട്ടുണ്ട്. റെന്റ് കളക്ഷൻ ഉണ്ടാവുമല്ലോ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് റെന്റ് കളക്ഷൻ AI ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ സംസാരിച്ചുകൊണ്ട് ഫോളോ അപ്പ് നടത്തുന്ന മെക്കാനിസം ഉണ്ട്. അത് ലൈവ് ഡെമോ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ലൈവ് ഡെമോയില് ഒരു ക്ലയന്റിനെ വിളിച്ച സമയത്ത് ആ ക്ലയന്റ് അറ്റൻഡ് ചെയ്തപ്പോൾ പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മ മരിച്ച ഇതിലാണ് എന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്ത് ചെയ്യും, മീൻസ് AI പറയുന്നു, അങ്ങനെയാണെങ്കിൽ യുവർ റെന്റ് ഡ്യൂ എന്ത് ചെയ്തു 15 ഡേയ്സും കൂടെ എന്ത് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഡ്യൂ ആവില്ല, ഐ വിൽ കോൾ ആഫ്റ്റർ 15 ഡേയ്സ് എന്ന് പറഞ്ഞ് അങ്ങനെ 15 ദിവസം കഴിഞ്ഞിട്ട് ഈ ടൂൾ വിളിക്കുന്ന സമയത്ത് ചോദിക്കുന്ന അമ്മയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള പുതിയ ടൂൾ അവൈലബിൾ ആവുന്ന ഒരു വേൾഡിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, ബിഗ് സ്കെയിൽ ബിസിനസ് നടത്തുന്ന, അതായത് ക്രെഡിറ്റ് ബിസിനസ് നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതിനുള്ള ഒരു മെക്കാനിസം ഉണ്ടായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷോർട്ടൻ ചെയ്യണം പേയ്മെന്റ് സൈക്കിൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഏജിങ് മെക്കാനിസം ഉണ്ടായിരിക്കണം. ഓവർ ഡ്യൂ ആയോ ഇല്ലയോ എന്നുള്ളത് നോക്കാനുള്ള ഒരു ഏജിങ് മെക്കാനിസം ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി അക്കൗണ്ട്സ് പേയബിൾ മാനേജ്, അതാണ് റിസീവബിളുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇൻവെന്ററി പറഞ്ഞു, റിസീവബിൾ പറഞ്ഞു. ഇനി പേയബിളിലേക്ക് കിടക്കുകയാണെങ്കിൽ, പേയബിൾ നമുക്കറിയാം നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റണം നമുക്ക്, ബെറ്റർ പേയ്മെന്റ്, അതേപോലെ ബെറ്റർ ടേംസ്, പിന്നെ അതേപോലെ തന്നെ പേയ്മെന്റിന് പ്രയോറിറ്റൈസ് ചെയ്യാൻ നമുക്ക് പറ്റണം. ഏതാണ് അർജൻസി, ഏതാണ്, അതേപോലെ തന്നെ ക്രിട്ടിക്കൽ ഗുഡ്സ് ഏതൊക്കെയാണ്, ഇതനുസരിച്ച് നമുക്ക് പേയ്മെന്റിന് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും. അല്ലാതെ ചോദിച്ചു വരുന്നവന് നേരെ എടുത്തു കൊടുക്കുന്ന മെക്കാനിസത്തിന്റെ അപ്പുറത്തേക്ക് ചോദിക്കുന്നവനെ അഡ്രസ്സ് ചെയ്യാനും പറ്റണം. എന്നാൽ ഏതൊക്കെ പാർട്ടീസിന് ഏതൊക്കെ ഓർഡറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അത് നമുക്കൊരു ക്യാഷ് ഫ്ലോ എന്താ പറയുക ഫോർകാസ്റ്റിംഗ് നമുക്ക് ഉണ്ടായിരിക്കണം. ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ ക്യാഷ് മാനേജ്മെന്റ് അവിടെ കുറച്ചുകൂടി ഇതിൽ ഞാൻ പറയും. പിന്നെ അതേപോലെ തന്നെ ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റണം, എടുക്കാൻ പറ്റണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് എടുക്കുക എന്ന് പറഞ്ഞത് ഇവിടെ എക്സാമ്പിൾ പറയുന്നത് സപ്ലയർ നേരത്തെ കൊടുക്കണോ, ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി യൂസ് ചെയ്യണോ. അതായത് ഷോർട്ട് ടൈം ഇൻട്രസ്റ്റ് കോസ്റ്റിൽ നമുക്ക് സപ്ലയർ നേരത്തെ പേ ചെയ്യുകയാണെങ്കിൽ ഇത് രണ്ടും തമ്മിൽ ഇൻട്രസ്റ്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കമ്പയർ ചെയ്യാൻ പറ്റണം. അതിൽ പല മെക്കാനിസവും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് സപ്ലയറുമായിട്ട് നെഗോഷിയേഷൻ നടത്തണം. അതേപോലെ തന്നെ പേയ്മെന്റ് പ്രിയോറിറ്റൈസ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ ഡിസ്കൗണ്ടിന്റെ അഡ്വാൻറ്റേജ് എടുക്കാനും നമുക്ക് പറ്റണം. ഇനി പിന്നെ പോകുന്നത് നമ്മൾ ക്യാഷ് ഫ്ലോ മാനേജ്മെന്റിലേക്കാണ്. ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ് പറയുന്ന ആ സമയത്ത് തന്നെ നമുക്ക് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എത്ര ക്യാഷ് വേണം, ഹൗ മച്ച് ലിക്വിഡ് ഫണ്ട് മസ്റ്റ് എ ബിസിനസ് പോസസ്. ഇതിൽ പറയാനുള്ളത്, ഒരാളെ കയ്യിൽ കൂടുതൽ പണം അയാൾ വെക്കുന്നുണ്ടെങ്കിൽ, കയ്യിലോ ബാങ്കിലോ വെക്കുന്നുണ്ടെങ്കിൽ, അത് ഒരു തരം പേടിയുടെ സിഗ്നലാണ്. ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ബുക്ക് വായിച്ചതാണ്. ആ ബുക്കിൽ ഒരു കോട്ടിങ് എടുക്കുകയാണെങ്കിൽ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സക്സസ്ഫുൾ ബിസിനസ് ഈസ് ഷോർട്ടേജ് ഓഫ് മണിയാണ്. കയ്യിൽ എപ്പോഴും ക്യാഷ് ഉണ്ടാവണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം, പക്ഷേ നല്ലൊരു ബിസിനസ് നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ കയ്യിൽ എപ്പോഴും ക്യാഷ് ഉണ്ടാവണമെന്നില്ല. അയാൾ ഒരാൾ മനസ്സിലാക്കേണ്ടത്, അയാൾ 10 ലക്ഷം ഇങ്ങനെ തൊടാതെ അവിടെ വെക്കുന്നുണ്ടെങ്കിൽ ഒരു തരത്തിൽ വേറെയാണ്. കാരണം നാളെ എന്തെങ്കിലും സംഭവിക്കുമോ, നാളെ സംഭവിക്കും. നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ വലിയൊരു ഇതില്ലാത്തൊരു പോയിന്റിൽ നമ്മൾ എത്ര സൂക്ഷിക്കണം, അതാണ് ഫസ്റ്റ് പറയുന്നത്. എത്രയാണ് ആഡിക്വേറ്റ് ക്യാഷ് നമുക്ക് വേണ്ടത് ഡേ ടു ഡേ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ. സാധാരണ ഞാൻ എൻ്റെ പാർട്ട്ണർമാരോട് പറയാറുള്ളത്, നെക്സ്റ്റ് മന്തിലെ സാലറിക്ക് ആഫ്റ്റർ 20th അതിന് ശേഷമേ പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ. ബിഫോർ 20th നമ്മൾ എന്ത് ചെയ്യരുത്, നെക്സ്റ്റ് മന്തിലെ സാലറി ആലോചിച്ചിരിക്കാൻ പാടില്ല. നെക്സ്റ്റ് മന്തിലെ സാലറി 20th ക്യാഷ് ആലോചിച്ചാൽ മതി. അത് ഇപ്പോഴത്തന്നെ ആലോചിക്കുന്നുണ്ടെങ്കിൽ വരികയാണ്. നമ്മൾ കച്ചവടത്തെ ഫോക്കസ് ചെയ്യേണ്ടത് ക്യാഷ് നെക്സ്റ്റ് മന്ത് സാലറിയിലേക്ക് എപ്പോഴും മാറ്റണം. ബാക്കിയുള്ള എക്സ്പെൻസ് എത്രയായിരിക്കണം, ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഒന്ന് അത് നമ്മൾ കീപ്പ് ചെയ്യണം. ആഡിക്വേറ്റ് ക്യാഷ് നമ്മളടുത്ത് ഉണ്ടായിരിക്കണം, ഓപ്പറേഷണൽ ക്യാഷ് ഫ്ലോന്റെ. അതില്ലെങ്കിൽ അതെന്താണ്, അത്രയും ക്യാഷ് ഇല്ലെങ്കിൽ അത് കേസ് ടു കേസ് മാറും. അതില്ലെങ്കിൽ അയാൾക്ക് പേയ്മെന്റ് മീറ്റ് ചെയ്യാൻ പറ്റൂല, അത് സ്വാഭാവികമായിട്ട് പ്രശ്നമാണ്. എന്നാൽ അത് കൂടുതലാണെങ്കിലോ, ആവശ്യത്തിലധികം നമ്മൾ ക്യാഷ് സൂക്ഷിക്കുന്നു. ഒരാൾക്ക് 5 ലക്ഷം ആവശ്യമുള്ളത് ഡേറ്റയുടെ ഓപ്പറേഷന് ഒരു മാസം ഓപ്പറേറ്റ് ചെയ്യാൻ, അയാൾ 20 ലക്ഷം കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു വറി കൊണ്ടാണ് അയാൾ കീപ്പ് ചെയ്യുന്നത്. ബാക്കി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ 15 ലക്ഷം നോൺ പെർഫോമിംഗ് അസറ്റ് ആണ്. നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിട്ടേണും തരാത്ത ക്യാഷ് ആണത്.
അതേ ബുക്കിലുള്ള ഒരു കോട്ട എടുക്കുകയാണെങ്കിൽ ലെസ് ഈസ് ബാഡ്, മോർ ഈസ് വേഴ്സ്. കയ്യിലില്ല എന്നുള്ളത് ബാഡാണ്, ചീത്തയാണ്, ഓക്കെ, അഗ്രീഡ് ആണ്. പക്ഷെ കൂടുതൽ സൂക്ഷിക്കുക എന്നുള്ളത് വേഴ്സ്റ്റ് സിനാരിയാണ്. കാരണം അത് ബിസിനസ് ഫിനാൻസ് എന്തല്ല, എഫക്റ്റീവ് ഫിനാൻസ് മാനേജ്മെന്റ് അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മൈൻഡിൽ ഉണ്ടായിരിക്കേണ്ടത്, നമ്മൾ മനസ്സിൽ എപ്പോഴും ക്യാഷുമായി ബന്ധപ്പെട്ട് ധാരണ വരേണ്ടത്, എത്ര ക്യാഷ് നമ്മളെ കയ്യിൽ നമ്മൾ എന്ത് ചെയ്യണം, സൂക്ഷിക്കണം. അത് ഇത്രയേ ഉള്ളൂ. ഡേ ടു ഡേ എക്സ്പെൻസിന് വേണ്ട എമൗണ്ട് എത്രയാണ് എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ടെങ്കിൽ അതേ നമ്മൾ കയ്യിൽ വെക്കേണ്ടതുള്ളൂ. ബാക്കിയുള്ളതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, യൂസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കയ്യിൽ ക്യാഷ് ഇല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ പേടിക്കേണ്ടതില്ല. അത് എല്ലാ സമയത്തും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ പ്രശ്നമാണ്. ഞാൻ പറയുന്നത് ഷോർട്ടേജ് ഓഫ് മണി എന്ന് പറയുന്നത് ഒരു സക്സസ്ഫുൾ ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കുന്ന സംഗതിയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ക്യാഷ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ആദ്യം ഉണ്ടായിരിക്കേണ്ടത് മന്തിന്റെ ബിഗിനിങ്ങിൽ, ഞാൻ എൻ്റെ കഴിഞ്ഞതിൽ പറഞ്ഞിരുന്നു, എന്ത് ചെയ്യാൻ പറ്റണം, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു. ആ ഒരു ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം, എത്രയാണ് നമുക്ക് ആവശ്യമുള്ളത് എന്നുള്ളത്. ആ ഒരു സംഗതി അജണ്ട നമുക്ക് ഉണ്ടായിരിക്കണം എല്ലാ മാസവും. അത് മാസത്തിൻ്റെത് വരണം, അതിൽ നിന്ന് ആഴ്ചയിലേക്ക് വരണം. ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റണം, ഒന്ന്. രണ്ടാമത്തത്, പീക്ക് പീരീഡിൽ നമുക്ക് എന്ത് വരും, സർപ്ലസ് ക്യാഷ് വരുന്നുണ്ടെങ്കിൽ അത് ലീൻ പീരീഡിലേക്ക്, ഇല്ലാത്തൊരു പീരീഡിലേക്ക് കുറച്ച് നമുക്ക് മാറ്റി വെക്കാൻ പറ്റണം. ചിലതൊക്കെ അങ്ങനെ ആയിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ സീസണൽ ബിസിനസ് ആയിരിക്കും. സീസണൽ ബിസിനസിന്റെ കേസിൽ മാക്സിമം ക്യാഷ് വരുന്ന സീസണിലാണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് എന്ത് ചെയ്യാൻ പറ്റണം, ബാക്കിയുള്ള പീരീഡിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റണം. പിന്നെ അതേപോലെ തന്നെയാണ് നമ്മൾ ചില ബിസിനസ്സുകളുടെ കേസിൽ സീസണൽ ആണെങ്കിൽ അതായത് സീസണൽ ബിസിനസ് 4 മാസമാണ് സീസൺ എങ്കിൽ ഈ 4 മാസത്തേക്ക് അപ്പോയിന്റ് ചെയ്യാൻ പറ്റുന്ന ഫ്ലെക്സിബിൾ വർക്ക് ഫോഴ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. ബാക്കി 8 മാസം അവരെന്ത് ചെയ്യേണ്ടതില്ല. അവരെ അത് അങ്ങനത്തെ ഒരു മോഡൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് മാനേജ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ക്യാഷ് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവും, പക്ഷെ അതൊരു സിസ്റ്റം ആവില്ല എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം. ഞാൻ പറയും നമുക്ക് കൾച്ചറിൽ വേണ്ടത് റിട്ടേൺ സിസ്റ്റം ഉണ്ടായിരിക്കണം, ആർക്കും എപ്പോഴും കൈമാറാൻ പറ്റുന്നു. അപ്പോൾ ഇതിൽ പല ആളുകൾ ഇത് ചെയ്യുന്നുണ്ടാവും, ഇത് നമ്മളൊക്കെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇടയ്ക്ക് ചെയ്യും, ഇടയ്ക്ക് ചെയ്യില്ല, ഇതായിരിക്കും. നേരെ മറിച്ച് ഇതൊരു സിസ്റ്റം ആണെങ്കിൽ അത് ബിസിനസ്സിന്റെ ഓരോരോ പോയിന്റിലും നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അഡ്വാൻസ് പേയ്മെന്റ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്തിരിക്കണം, അതൊരു നമ്മുടെ കൾച്ചറിൽ വരണം. അല്ലാതെ ബിസിനസ് സെയിൽ മിസ്സാവുമല്ലോ. ഞാൻ പറയുന്നത് ക്യാഷ് കിട്ടാത്ത സെയിൽ കൊണ്ട് നമുക്ക് ഉപകാരമില്ല. നമുക്ക് ക്യാഷ് കിട്ടുന്ന കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ക്യാഷ് തരുന്ന കസ്റ്റമേഴ്സിന് നിലനിർത്തിയോണ്ട് നമുക്ക് ഉപകാരമുള്ളൂ. അല്ലെങ്കിൽ ഈ സെയിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള ഇൻവെന്ററി നമ്മൾ വാങ്ങണം, ഈ സെയിൽ നടത്താനുള്ള സ്റ്റാഫിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യണം, ഈ സെയിൽ നടത്താനുള്ള സ്പേസ് നമുക്കുണ്ടായിരിക്കണം. ഇതിനുള്ള ക്യാഷ് നമ്മളെ കസ്റ്റമറുടെ കയ്യിൽ ലോങ് ടൈമിൽ കിടക്കുകയാണെങ്കിൽ, ഈ സംഗതികളൊന്നുമില്ലെങ്കിൽ ഇതല്ലാത്ത ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന മാർജിൻ ആയിരിക്കും ചിലപ്പോൾ നമ്മളുടെ ഈസി അല്ലെങ്കിൽ സ്ട്രെസ് ഫ്രീ ബിസിനസ്സിന് എന്ത് ചെയ്യാൻ പറ്റുക, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. അപ്പൊ അതുകൊണ്ട് തന്നെ ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ് നമ്മുടെ ഒരു അജണ്ടയിലേക്ക് എന്ത് ചെയ്യണം, കയറണം എന്നുള്ളതാണ് എനിക്കതിൽ സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നു. ഇൻവെന്ററി മാനേജ്മെന്റ് നിങ്ങളുടെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിൽ വൺ ഓഫ് ദ മെയിൻ കോമ്പണന്റ് ഇൻവെന്ററി. ഞാൻ ആവർത്തിക്കുന്നില്ല, റെലവൻസ് എന്താണ് എന്നുള്ളത്. അതിന്റെ ഉപയോഗിക്കാവുന്ന സ്ട്രാറ്റജീസ് ഞാൻ പറഞ്ഞു. ABCs, ജസ്റ്റ് ഇൻ ടൈം, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, റെസീവബിൾ മാനേജ്മെന്റ്, ഡിസ്കൗണ്ട് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് പാരാമീറ്റർ വെച്ചുകൊണ്ടുള്ളതാണ്. അതേപോലെ തന്നെ ക്രെഡിറ്റ് പോളിസി എന്ന് പറയുന്നത് പാരാമീറ്റർ വെച്ചുകൊണ്ട് ആലോചിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഈ റിമൈൻഡർ മെസ്സേജ് ആൻഡ് മെയിൽ വിടാനുള്ള ഓവർഡ്യൂവിനുള്ള മെക്കാനിസം നമുക്കുണ്ടായിരിക്കണം. പേബിളുമായി ബന്ധപ്പെട്ട് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റണം, മാക്സിമം ഡിസ്കൗണ്ട് എടുക്കാൻ പറ്റണം. അതേപോലെ സപ്ലയറെ നമുക്ക് എന്ത് ചെയ്യണം, സപ്ലയർ നേരത്തെ പറഞ്ഞ ജസ്റ്റ് ഇൻ ടൈമുമായിട്ടൊക്കെ കണക്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ്. സമ്മറൈസ് ചെയ്ത് പറയാനുള്ളത്, ഞാൻ എൻ്റെ പ്രസന്റേഷൻ അവസാനിപ്പിക്കുന്ന Q&Aയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സമ്മറൈസ് ചെയ്ത് പറയാനുള്ളത്, നമ്മൾ സെല്ലിംഗ് പ്രൈസ് കൂട്ടുന്നതിന് പകരം, പ്രോഫിറ്റിന് വേണ്ടിയിട്ട് സെല്ലിംഗ് പ്രൈസ് കൂട്ടുന്നതിന് പകരം നമ്മൾ ഈ പറയുന്ന വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്ത് ചെയ്യണം, ചുരുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോൾ കസ്റ്റമർ അടുത്ത് നിന്ന് പെട്ടെന്ന് ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ട് ഡിസ്കൗണ്ട് ഓഫർ ചെയ്തുകൊണ്ട് ക്യാഷ് ടു ക്യാഷ് സൈക്കിൾ വളരെ എഫക്റ്റീവായിട്ട് ഷോർട്ടൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യാഷിനെ വേറെ രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് കുറഞ്ഞ പ്രോഫിറ്റ്, മാക്സിമം സെയില്, മാക്സിമം കളക്ഷൻ, അത് നമ്മളുടെ ടോട്ടൽ വാല്യൂവിൽ അത് എന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്യും. ഒന്ന്. രണ്ടാമത്തത് എനിക്ക് പറയാനുള്ളത്, നേരത്തെ ഞാൻ പറഞ്ഞ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലാബിലിറ്റി നെഗറ്റീവ് ആവുന്നുണ്ടെങ്കിൽ, കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലാബിലിറ്റി, അതാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ, അത് പോസിറ്റീവ് ആവുന്നുണ്ടെങ്കിൽ നമ്മളൊരു 100 രൂപേന്റെ കറണ്ട് അസറ്റ് ഉണ്ട്, 50 രൂപയുടെ കൊടുക്കാനുള്ളെങ്കിൽ 50 രൂപ ബാക്കിയുണ്ട് എങ്കിൽ അത് പോസിറ്റീവ് സിഗ്നൽ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന്റെ റിവേഴ്സ് ഞാൻ ഒന്ന് പറഞ്ഞിട്ട് അതിലേക്ക് വരാം.
കറണ്ട് അസറ്റ് 25 രൂപയേ ഉള്ളൂ. കറണ്ട് ലാബിലിറ്റി ആണെങ്കിൽ 75 രൂപയുമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാനുള്ള എമൗണ്ട് 75, നമ്മുടെ കയ്യിൽ അതിൽ 25 ഉള്ളെങ്കിൽ അതിനർത്ഥം നമ്മൾ കറണ്ട് അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫിക്സഡ് അസറ്റ് വാങ്ങിയിട്ടുണ്ട്. അതൊരു ഹെൽത്തി ബാലൻസ് ഷീറ്റ് അല്ല. ലോങ് ടൈം അസറ്റ് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഷോർട്ട് ടൈം ഫണ്ട് കൊണ്ട് വാങ്ങാൻ പാടില്ല. ബാങ്കിൽ നിന്ന് ഓവർ ഡ്രാഫ്റ്റ് എടുത്തിട്ട് മെഷീനറി വാങ്ങരുത്. ബാങ്കിൽ നിന്ന് ഓവർ ഡ്രാഫ്റ്റ് എടുത്ത് മെഷീനറി വാങ്ങിക്കഴിഞ്ഞാൽ സംഭവിക്കുക എന്താണ്, നമുക്ക് ഈ ഓവർ ഡ്രാഫ്റ്റ് ഡ്യൂ ആവുന്ന സമയത്ത് കൊടുക്കാനുള്ള ക്യാഷ് എവിടെ ഉണ്ടാവില്ല, നമ്മളെ കയ്യിലുണ്ടാവില്ല. അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അതൊരു ഹെൽത്തി ബാലൻസ് ഷീറ്റ് അല്ല എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ലോങ് ടൈം അസറ്റ് എപ്പോഴും നമ്മൾ ഫണ്ട് ചെയ്യേണ്ടത് ലോങ് ടൈം സോഴ്സിൽ നിന്നായിരിക്കണം. ഒന്നെങ്കിൽ ലോങ് ടൈം ലോൺ വെച്ചായിരിക്കണം, അതല്ലെങ്കിൽ ഓണർ കൊണ്ടുവരുന്ന ക്യാഷ് വെച്ചായിരിക്കണം. അതുകൊണ്ട് തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ എപ്പോഴും പോസിറ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഷോർട്ട് ടൈം ലാബിലിറ്റി വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാതിരിക്കുക, ലോങ് ടൈം അസറ്റുകൾ വാങ്ങാതിരിക്കുക. അതായത് മെഷീനറി, ബിൽഡിംഗ് ഇങ്ങനത്തെ ഒന്നും വാങ്ങാതിരുന്നാൽ നമ്മുടെ കയ്യിൽ വർക്കിംഗ് ക്യാപിറ്റൽ പോസിറ്റീവ് ആയിരിക്കും. ബിസിനസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഞാനത് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് ചെയിനുകൾ പൊട്ടാനുള്ള ഒരു കാരണം, ഫസ്റ്റ് ബിസിനസ് തുടങ്ങുന്ന സമയത്ത് മെഷീനറീസ് എല്ലാ സാധനത്തിനും ക്യാഷ് കൊണ്ടുവരും, സെക്കൻഡ് ഷോപ്പിനും അത് കൊണ്ടുവരും, തേർഡ് ഷോപ്പിനും കൊണ്ടുവരും. ഫസ്റ്റും സെക്കൻഡും തേർഡും സൂപ്പർ മാർക്കറ്റ് ബിസിനസ്സിൽ ക്യാഷ് സെയിൽ ആയതുകൊണ്ട് തന്നെ അവർ മൊത്തം ക്യാഷുകൾ എന്ത് ചെയ്യും, 90 ഡേയ്സിന്റെ ക്രെഡിറ്റ് ആർക്കുണ്ടാവും, സപ്ലയർക്ക് ഉണ്ടാവും. ഇത്രയും ക്യാഷ് എൻ്റെ കയ്യിലുണ്ടല്ലോ, അപ്പൊ അത് വെച്ചിട്ട് 4ാമത്തെ ഷോപ്പ് തുറക്കുന്നു. ഇത് സംഭവിക്കുന്ന ഈ 90 ഡേയ്സ് കഴിഞ്ഞാൽ ഈ ക്യാഷ് ആർക്ക് തിരിച്ചു കൊടുക്കും, സപ്ലയർക്ക് കൊടുക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും 4ാമത്തെ ഷോപ്പിൽ എന്തുണ്ടാവില്ല, സെയിലായിട്ട് വരാൻ സമയമെടുക്കും. സമയമെടുത്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇപ്പുറത്ത് സപ്ലയർക്ക് ക്യാഷ് കൊടുക്കാനുണ്ടാവില്ല. സപ്ലയർ 1ാമത്തെ ഷോപ്പിലെ പ്രൊഡക്റ്റും ചവിട്ടും, 2ാമത്തെ ഷോപ്പ് മുതൽ പ്രൊഡക്റ്റുമിലും ചവിട്ടും. അങ്ങനെ ചവിട്ടി ചവിട്ടി ബാസ്ക്കറ്റ് കുറയുന്നു, ഫുട്ഫോൾ കുറയുന്നു, എല്ലാ ഷോപ്പുകളും എന്ത് ചെയ്യുന്നു, ക്ലോസിങ്ങിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അതൊരിക്കലും ഈ സപ്ലയറുടെ ക്യാഷ് എടുത്തിട്ട്, ക്രെഡിറ്റേഴ്സിന്റെ ക്യാഷ് എടുത്ത്, അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഫണ്ട് എടുത്തിട്ട് തുടങ്ങരുത്. അതുകൊണ്ട് തന്നെ ലോങ് ടൈം അസറ്റ് എപ്പോഴും ഫണ്ട് ചെയ്യേണ്ടത് ലോങ് ടൈം ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം. അതായത് ഓണറുടെ ക്യാഷോ അല്ലെങ്കിൽ ലോങ് ടൈം ആയിട്ടുള്ള ബാങ്ക് ലോണോ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് പറയാനുള്ളത്, നമുക്ക് നമ്മളുടെ പണത്തിൻ്റെ വാല്യൂ അറിയണം. നമ്മൾ പല ആളുകളും ഈ ബിസിനസ് നടത്തുന്ന സമയത്ത് നമ്മളുടെ പണത്തിൻ്റെ കോസ്റ്റ് നമ്മൾ നോക്കൂല. നമ്മളുടെ പണത്തിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റിൻ്റെ മേലെയാണെന്നുള്ള ഓർമ്മ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നമ്മളുടെ പണത്തിൻ്റെ കോസ്റ്റ് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിട്ടായിരിക്കണം നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങേണ്ടത്. അത് കിട്ടുന്നില്ലെങ്കിൽ ബിസിനസ് നടത്താനും പോകരുത് എന്നുള്ളതാണ് എനിക്കതിൽ സമ്മറൈസ് ചെയ്തുകൊണ്ട് പറയാനുള്ളത്. ഇൻഷാ അല്ലാ ബാക്കി Q&Aയിലേക്ക് പോവാം. ജസാക്കല്ലാ ഖൈർ തഖിയുദ്ദീൻ സാഹിബ്. എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്നതാണ്. മെമ്പേഴ്സ് അൺമ്യൂട്ട് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഹലോ, ഹലോ. ഇതില് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല്, നമ്മളിപ്പോ പറഞ്ഞല്ലോ പൈസ അധികം നമ്മൾ സൂക്ഷിച്ചു വെക്കരുതെന്ന്. ഇപ്പൊ ഒരു വർഷമെങ്കിലും നമ്മൾ വെച്ചില്ലെങ്കിൽ, ഇപ്പൊ കോവിഡ് പോലത്തെ ഒരു സാഹചര്യം അത് എപ്പോഴെങ്കിലും ഉണ്ടാകുന്നതാണ് എങ്കിൽ പോലും നമുക്ക് ആ ഒരു വർഷത്തെ നമ്മുടെ ആ ഒരു മണി അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ബിസിനസ്സിനെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം വരൂലേ അതില്? ഞാൻ എൻ്റെ ഒരു ടൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന ടൈറ്റിൽ അല്ല, ഒരു വേർഡ് അവിടെ ഉപയോഗിച്ചു. ഒരു സെക്കൻഡ് ഞാൻ അത് കാണിക്കാം. നിങ്ങളെ ചോദ്യത്തിനുള്ളത് ടു മച്ച് മണി ഈസ് സൈൻ ഓഫ് വറിയാണ്. കോവിഡ് വരുമോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല. കോവിഡ് ഒരിക്കൽ വന്ന എക്സ്പെക്റ്റഡ് ക്രൈസിസ് കണ്ടിജൻസിക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ, റിസർവ് അല്ലെങ്കിൽ ബഫർ വെക്കണം. പക്ഷെ അതൊരു വർഷത്തേക്ക് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനാ ബിസിനസ് നടത്തുന്നത്? നമ്മൾ ബിസിനസ് നടത്തുന്നത് അതൊരു പീരിയഡിക് ആണല്ലോ. അപ്പോൾ ആ വർഷം ഒരു ബിസിനസ്സും വരില്ല എന്നുള്ളതാണോ എന്നുള്ളതാണ് അതിൽ ചോദ്യം വരുന്നത്. പിന്നെ കോവിഡ് എന്ന് പറയുന്നത് അബ്നോർമൽ ഉണ്ട്, നോർമൽ ഉണ്ട്. ഏതൊരു ബിസിനസ്സിനും അബ്നോർമൽ സംഗതികളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല. അബ്നോർമൽ ഈസ് ലോസ് ആണ്, അബ്നോർമൽ ഈസ് ഗെയിൻ ആണ്. നോർമൽ ലോസേ നമുക്ക് കോസ്റ്റ് ആയിട്ട് മാറാൻ പാടുള്ളൂ. അബ്നോർമൽ ലോസ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത്, എത്ര പീരീഡിലേക്ക് നിങ്ങളുടെ ബിസിനസ്സിന്റെ നേച്ചർ അനുസരിച്ച് നമ്മൾക്ക് ക്യാഷ് വേണം. ഇതൊരു സീസണൽ ബിസിനസ് ആവാം. അപ്പൊ ആ സീസൺ കവർ ചെയ്യാനുള്ള ക്യാഷ് മാത്രമേ, അത് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞു,
ലീൻ പീരീഡിലേക്കുള്ള ക്യാഷ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, സീസണൽ ബിസിനസ്. പക്ഷെ അതല്ലാതെ നമ്മൾ കോവിഡ് മറ്റുള്ളത് കണ്ടുകൊണ്ട് നമ്മൾ ബഫർ വെക്കേണ്ടതില്ല. ബഫർ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ നോട്ട് എ ബിസിനസ് മാൻ. ബിസിനസ്സിൽ റിസ്ക് ഉണ്ടാവും, ക്രൈസിസ് ഉണ്ടാവും. ആ ക്രൈസിസിനെ നമ്മൾ മാനേജ് ചെയ്യുന്നിടത്താണ് സക്സസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് വറിക്ക്, അതായത് ഞാൻ ചോദിക്കുന്നത് അല്ലേ, കാൽക്കുലേറ്റഡ് റിസ്ക് ആണ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി മൈൻഡ് ഫ്രീ ആണ്, നമുക്ക് പുതിയ അല്ല, ബിസിനസ്സിൽ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആലോചിക്കാൻ പറ്റും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതില് നിങ്ങൾ അത് നിങ്ങൾ ആ നിങ്ങൾ ഒരു ക്യാഷ് ഏത് തന്നെ ബിസിനസ്, നമുക്ക്, ഞാൻ ഉദ്ദേശിച്ചത് ആ അല്ല ക്യാഷ് ഞാനത് തന്നെ പറയുന്നത്, നമുക്കൊരു ബിസിനസ് ആണ്. പറഞ്ഞോളെ ആ ക്യാഷിന് ആ ക്യാഷ് തന്നെ നമുക്കൊരു വേറൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ആ ക്യാഷ് അവിടെ നിന്നുകൊണ്ട് നമ്മുടെ മൈൻഡ് ഫ്രീ ആവുന്നു. ആ മൈൻഡ് ഫ്രീയിൽ നമുക്ക് പുതിയ അല്ല ബിസിനസിന്റെ ഒപ്റ്റിമൈസേഷനും അല്ല കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റും. അല്ല നിങ്ങൾ ആ ക്യാഷ് അഗൈൻ വേറെ ബിസിനസ്സിൽ ഉപയോഗിക്കുന്നില്ലേ? ഉപയോഗിക്കുന്നില്ല, അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇപ്പൊ 6 മാസം ആ, കമ്പനിക്ക് ഒരു റവന്യൂ ഇല്ലെങ്കിലും 6 മാസം അല്ലെങ്കിൽ 1 വർഷം കമ്പനിക്ക് പോകാൻ പറ്റുന്ന കോലത്തിലുള്ള ക്യാഷ് റിസർവ് ആണ് ഉദ്ദേശിച്ചത്. അതില് ഞാൻ പറയുന്നത് ഫൈനാൻസ് ആംഗിളിൽ നിന്നുകൊണ്ടാണ്. എന്നാൽ അതേസമയം ഇതിൻ്റെ ഒരു ആംഗിൾ പറയേണ്ടത് കുറച്ചുകൂടെ ബിസിനസ് സൈക്കോളജിയിൽ നിന്നുകൊണ്ടാണ്. ബിസിനസ് സൈക്കോളജിയിൽ നിങ്ങൾ ഒരു അൺഫോർസീൻ ഒരു കണ്ടിജൻസിക്ക് വേണ്ടിയിട്ട് ബിഗ് എമൗണ്ട് സൂക്ഷിക്കുക എന്ന് പറയുന്നത്, നിങ്ങൾ നേരത്തെ പറഞ്ഞത് ഫ്രീ ആയിട്ട് ബിസിനസ് നടത്തുക എന്നുള്ളത്, നിങ്ങൾ ഏത് ബിസിനസ് നടത്തുമ്പോഴും ഈ കണ്ടിജൻസിയെ കുറിച്ച് അപ്പോൾ നിങ്ങൾ ആലോചിക്കും. രണ്ടാമത്തെ ബിസിനസ്സിൻ്റെയും വർക്കിംഗ് ക്യാപിറ്റൽ ഇതേ എമൗണ്ട് നിങ്ങൾ സൂക്ഷിക്കേണ്ടി വരും. ഈ വറിയുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ബിസിനസ്സിന് നിങ്ങൾ മാറ്റിവെച്ചൊരു ക്യാഷ് ഉണ്ട്, അടുത്തൊരു ബിസിനസ്സിനും ഇതേപോലെ നിങ്ങൾ ക്യാഷ് മാറ്റി വെക്കേണ്ടി വരും, അതിൻ്റെ അടുത്ത ബിസിനസ്സിനും ഇതേപോലെ അത് ഞാൻ പറയുന്നത് അബ്നോർമൽ അല്ലെങ്കിൽ അൺഫോർസീൻ സാധനത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും ഗുഡ് ഫിനാൻസ് പ്രാക്ടീസിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, റിസർവ് വെക്കരുത്. ഗുഡ് ഫിനാൻസ് പ്രാക്ടീസിൽ അണ്ടർലൈൻ. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ ഒരാൾ ചോദിച്ചിട്ടുള്ളത്, ചാറ്റിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഈ ക്രെഡിറ്റ് പ്ലാറ്റ്ഫോംസ് ലൈക്ക് EMI കാർഡ്സ്, EMI കമ്പനീസ് അതുപോലെയുള്ള നമ്മുടെ ക്ലയൻസിന് വേണ്ടി EMI ഫെസിലിറ്റി അവൈലബിൾ ആക്കുന്നത് നല്ലതാണോ എന്നാണ് ചോദിച്ചത്. രണ്ട് ആംഗിൾ ഉണ്ട്. അതായത് EMI ആംഗിൾ വരുന്ന സമയത്ത് അതിന് പക്ക ഫിനാൻസ് ആംഗിളിലേക്ക് വരുമ്പോൾ, ഫിനാൻസ് ആംഗിളിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആംഗിളിൽ നമ്മൾ നോക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ബാങ്കിൽ നമുക്ക് വരുന്ന കോസ്റ്റ് ഉണ്ടാവും. ആ കോസ്റ്റിനെ ഈ പ്രൊഡക്റ്റിന്റെ മാർജിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാർജിൻ പോസിറ്റീവ് ആണെങ്കിൽ വി ക്യാൻ ഗോ ഹെഡ് എന്നുള്ളതാണ്. കാരണം ഒരു ക്രെഡിറ്റ് ഒരു ലെൻഡർ സ്വാഭാവികമായിട്ട് ഫെസിലിറ്റി തരുന്ന സമയത്ത് നമുക്ക് ഇമ്മീഡിയറ്റ് ക്യാഷ് കിട്ടും. ആ ഇമ്മീഡിയറ്റ് ക്യാഷ് കിട്ടി നമ്മളടുത്ത് നിന്ന് വല്ല പ്രോസസ്സിങ് മറ്റുള്ള ചാർജസ് ഉണ്ടെങ്കിൽ ആ ചാർജസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന മാർജിനുമായിട്ട് കമ്പയർ ചെയ്യുക. മാർജിൻ പോസിറ്റീവ് ആണെങ്കിൽ വി ക്യാൻ ഗോ എന്നുള്ളതാണ്. അതിൽ പല ഫാക്ടേഴ്സ് എടുക്കണം. അത് നെറ്റ് മാർജിൻ ആണോ, അതല്ല അതിലേക്ക് വേറെയും കോൺട്രിബ്യൂഷൻ ഇങ്ങനത്തതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷമുള്ള മാർജിനാണോ എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ നോക്കണം. പോയിന്റ് നമ്പർ 1. രണ്ടാമത്തേത് അതിൻ്റെ എത്തിക്കൽ സൈഡുമായി ബന്ധപ്പെട്ടതാണ്. അത് നമ്മൾ നിൽക്കുന്ന വ്യവസ്ഥയിൽ അതുമായിട്ട് കോർഡിനേറ്റ് അല്ലെങ്കിൽ കോപ്പറേറ്റ് ചെയ്ത് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. കാരണം നേരത്തെ എത്തിക്കൽ ഫൈനാൻസുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. ഇന്ത്യ പോലുള്ളൊരു എക്കോണമിയിൽ അതിൻ്റെ ഡിസ്കഷൻ വേറെ ആംഗിളിലാണ് പോകേണ്ടത്. പക്ഷേ ഫിനാൻസ് ആംഗിളിലാണ് ഞാൻ ഉത്തരം പറയുന്നത്. ആ ഫിനാൻസ് ആംഗിൾ എടുക്കുകയാണെങ്കിൽ ഞാൻ പറയാം അതിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന കമ്പാരിസണിൽ പോസിറ്റീവ് ആണെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റും. അതിൽ ആഡ് ചെയ്യാനുള്ള പോയിന്റ്, അപ്പോൾ നമ്മൾ മാർജിൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന GP മാത്രമല്ല, ആ GPയിൽ നിന്ന് ഈ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള അതർ കോസ്റ്റ് ഉണ്ട്. ശരിക്കും അതിലൊരു കോൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ DPP നമുക്ക് വേണമെങ്കിൽ പറയാം, ഡയറക്റ്റ് പ്രൊഡക്റ്റ് പ്രോഫിറ്റ്. ചില പോയിന്റിൽ അതായത് കോൺട്രിബ്യൂഷൻ എന്ന് പറയും, നെറ്റ് പ്രോഫിറ്റിന്റെ അപ്പുറത്തേക്ക് ആ കോൺട്രിബ്യൂഷനുമായിട്ട് ചിലപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യേണ്ടി വരിക. അത് കുറച്ച് കാൽക്കുലേഷൻ സാധനങ്ങളാണ് ഇതിനെ മാറ്റി നിർത്താം. വേറെ എന്തോ ചോദ്യം അതിൽ വന്നു, എത്തിക്കൽ എന്ന്. അതെ, ആരാണ് ചോദിച്ചത്? അതെ, ഞാനാണോ സാർ? അപ്പൊ സാർ അത് ഞാനും ചോദിക്കാം. എത്തിക്കൽ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലായില്ല, അതെന്തായിരുന്നു? അതായത് ബാങ്കിങ് സിസ്റ്റവുമായിട്ട്, ഇൻട്രസ്റ്റ് ബേസ്ഡ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് എത്ര കണ്ട് പ്രൊമോട്ട് ചെയ്ത്, ഇപ്പോൾ ഒരാൾ തീരെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കില്ല എന്ന് അപ്രോച്ച് ഉള്ള ഒരാൾ എന്ത് ചെയ്യുന്നു, ഈ ഫെസിലിറ്റി കസ്റ്റമർക്ക് കൊടുക്കുകയാണെങ്കിൽ ഈസ് ഇൻഡയറക്ട്ലി കോപ്പറേറ്റിംഗ് വിത്ത് ദാറ്റ് സിസ്റ്റം എന്നാണല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിനോട് തന്നെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മള് ഈ ഇൻവെസ്റ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് പുറത്തുനിന്ന് ഫണ്ട് ഔട്ട്സോഴ്സ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അതായത് എന്ത് പർപ്പസിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് എടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാനുള്ളത്. അത് ഷോർട്ട് ടൈം ആണോ ലോങ് ടൈം ആണോ എന്നുള്ളത് നമ്മൾ നോക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ഹോൾഡർ ആയിട്ടാണോ
അതല്ല പ്രൊജക്ട് ഫൈനാൻസിങ് ആണോ എന്നുള്ള പല ക്രൈറ്റീരിയാസും അല്ലെങ്കിൽ പല പോയിന്റ്സും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. അത് ഷെയർ ഹോൾഡർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മന്ത്ലി റിട്ടേൺ നിങ്ങൾ അതിൽ എന്ത് ചെയ്യരുത്, പ്രോമിസ് ചെയ്യാൻ പാടില്ല. എന്നാൽ അതേസമയം പ്രൊജക്ട് ഫൈനാൻസിങ് ആണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ കാൽക്കുലേഷൻ അതിലുണ്ടായിരിക്കണം. ആ പ്രൊജക്ട് ഫൈനാൻസിങ്ങിൽ നിന്ന് ആ പ്രൊജക്റ്റിൽ നിന്ന് കിട്ടുന്ന മാർജിന്റെ മേലേക്ക് നമ്മളോട് ഓഫർ പോകാൻ പാടില്ല. അത് ഡിമിനിഷിങ് മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യണം. അതിന്റെ ROI നമ്മൾ ഓഫർ ചെയ്യുന്നത് അങ്ങനെയുള്ള ചില ഫാക്ടേഴ്സ് ആണ്. അതിൽ എനിക്ക് പറയാനുള്ളത് മന്ത്ലി റിട്ടേൺ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് ഒരിക്കലും അപ്രോച്ച് ചെയ്യരുത്. ബാക്കി കേസ് ടു കേസ് ആണ്. ഞാനതൊരു മാക്രോ ലെവലിൽ പറഞ്ഞാൽ ചിലപ്പോൾ മന്ത്ലി ക്ലാരിറ്റി വരില്ല. പാടില്ല എന്ന് പറയാൻ കാരണം എന്താ? മന്ത്ലി ഒരിക്കലും ഒരു ബിസിനസ്സിൽ മന്ത്ലി പ്രോഫിറ്റ് വരില്ലല്ലോ. കാരണം സീസണിലല്ലേ. നിങ്ങൾ മന്ത്ലി ഒരാൾക്ക് ഇത് കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാളെ മാനേജ് ചെയ്യാനേ നിങ്ങൾക്ക് ബിസിനസ്സിൽ സമയം ഉണ്ടാവുള്ളൂ. കാരണം നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ബിസിനസ്സിനെ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. കാരണം അയാൾ മന്ത്ലി കൊടുത്തിട്ടില്ലെങ്കിൽ അയാൾ അസ്വസ്ഥപ്പെടുത്തും. മന്ത്ലി നിങ്ങൾ കൊടുത്തോളൂ, പക്ഷെ അത് ഗ്യാരണ്ടീഡ് എമൗണ്ടിലേക്ക് മറ്റുള്ളതിലേക്ക് പോകരുത്. മന്ത്ലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ മന്ത്ലി പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തു, യു ക്യാൻ സേ 25% ഓഫ് പ്രോഫിറ്റ് ഐ വിൽ പേ. എന്നാൽ അതേസമയം അതൊരു സീസണൽ ബിസിനസ് ആണെങ്കിൽ ആ മന്തിൽ 25% കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ ഓഫ് സീസൺ എന്ത് ചെയ്യണം, ക്യാഷ് നമ്മൾ മീറ്റ് ചെയ്യേണ്ടി വരുമല്ലോ, ഓഫ് സീസൺ എക്സ്പെൻസ് മീറ്റ് ചെയ്യേണ്ടി വരുമല്ലോ. അതെല്ലാം കൺസിഡർ ചെയ്തിട്ടായിരിക്കണം. അപ്പൊ അത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മിനിമലിലേ കൊടുക്കാൻ പാടുള്ളൂ, ബാക്കി ഇയർ എൻഡിലേ കൊടുക്കാൻ പാടുള്ളൂ. മറ്റൊരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് നമ്മളിപ്പോ സംസാരിച്ച മുഴുവൻ പ്രൊഡക്റ്റ് സെയിലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണല്ലോ. സർവീസ് ഇൻഡസ്ട്രിയിൽ ഇതെങ്ങനെയായിരിക്കും, നമ്മുടെ ഈ ടോക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. സർവീസ് ചാറ്റ് ഇൻഡസ്ട്രിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു, എന്താണ് നിങ്ങൾ പ്രസന്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിൽ സർവീസ് ഇൻഡസ്ട്രിയിൽ എന്താണ് ഇപ്പൊ ഇൻവെന്ററി അല്ലാത്ത ബാക്കിയെല്ലാം സർവീസ് ഇൻഡസ്ട്രിക്ക് അപ്ലിക്കബിൾ ആണ്. റിസീവബിൾ നിങ്ങൾക്ക് ഏർലി പേയ്മെന്റ് ഓഫർ ചെയ്യാം. ഏർലി പേയ്മെന്റ് ഓഫർ ചെയ്യുന്നതിന്റെ ബേസ് ഞാൻ നേരത്തെ പറഞ്ഞു. നമുക്കറിയണം നമ്മളുടെ ക്യാഷിന്റെ കോസ്റ്റ് നമുക്കറിയണം. 10% ആണ് നമ്മുടെ കോസ്റ്റ് എങ്കിൽ വി ക്യാൻ ഓഫർ 2%. സ്റ്റിൽ വി ഹാവ് 8%. ആ ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 10% ROI കിട്ടുമെങ്കിൽ 2% അവർക്ക് ഓഫർ കൊടുത്താൽ 8% നമുക്കുണ്ട്. സർവീസ് ഇൻഡസ്ട്രിയിൽ ക്രെഡിറ്റ് പോളിസി വേണം. അഡ്വാൻസ് ഇല്ലാതെ സർവീസ് ഇൻഡസ്ട്രി ഓപ്പറേറ്റ് ചെയ്യരുത് എന്നാണ് എനിക്കതിൽ ഫസ്റ്റ് അഡ്വൈസ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ അഡ്വാൻസ് എമൗണ്ട് കളക്ട് ചെയ്യാനുള്ള മെക്കാനിസം നമുക്ക് എന്ത് ചെയ്യണം, ഉണ്ടായിരിക്കണം ബിഗ് പ്രൊജക്റ്റുകളാണെങ്കിൽ. പിന്നെ ഈ പറയുന്ന റിസീവബിൾ മാനേജ്മെന്റ് ഇപ്പൊ നിങ്ങൾ സ്ലൈഡ് കാണുന്നുണ്ടാവും, അത് കംപ്ലീറ്റ്ലി സർവീസിന് അപ്ലിക്കബിൾ ആണ്. പേയ്മെന്റിൽ നമുക്ക് ആകെ ഉള്ളത് എന്താണ്, പ്രിയോറിറ്റൈസ് ചെയ്യേണ്ട ആവശ്യമേ വരുള്ളൂ. പിന്നെ സപ്ലയർ ഉണ്ടാവില്ല, പ്രിയോറിറ്റൈസ് ചെയ്യാൻ ആദ്യം സാലറി കൊടുക്കണോ, റെന്റ് കൊടുക്കണോ, ഇങ്ങനത്തേതായിരിക്കും. ഞാൻ പറയാം ആദ്യം ടീമിനാണ് കൊടുക്കേണ്ടത്. കാരണം ടീം വർക്ക് ചെയ്താലാണ് സർവീസ് ഇൻഡസ്ട്രിയിൽ റവന്യൂ വരുള്ളൂ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതേസമയം സ്പേസ് ഓണേഴ്സിന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നിരാശപ്പെടുത്താൻ പാടില്ല, അവരെ അഡ്രസ് ചെയ്യണം. അങ്ങനെ പ്രിയോറിറ്റൈസേഷൻ അതിൽ എന്ത് ചെയ്യണം, നടക്കണം. അതേപോലെ ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ് സർവീസ് ഇൻഡസ്ട്രിക്ക് അപ്ലിക്കബിൾ ആണ്. കാരണം സർവീസ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം സീസണൽ ബിസിനസ് ആണ് ചില പോയിന്റിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റ് വേണം. സീസൺ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം, ഓഫ് സീസണിലേക്കുള്ള ക്യാഷ് കണ്ടെത്തണം. സർവീസ് ഇൻഡസ്ട്രിയിലാണ് ഫ്ലെക്സിബിൾ വർക്ക് ഫോഴ്സ് വരേണ്ടത്. കാരണം എന്താ വെച്ചാൽ ടെമ്പററി സ്റ്റാഫിനെ ഇപ്പൊ ഞാൻ എന്താണ് 1-2 നമ്മുടെ ക്ലയൻസിനോട് അഡ്വൈസ് ചെയ്തിട്ടുള്ള, ഇന്ന സമയത്ത് നിങ്ങൾക്ക് ഇന്നതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ഫോഴ്സ് കിട്ടാൻ പറ്റും. എസ്പെഷ്യലി ഇപ്പോഴത്തെ ജനറേഷൻ, ഈ ജനറേഷൻ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരുടെ ഒരു ക്യാരക്ടറിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, റീഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും ചേഞ്ചിങ് ആണ്. ഇപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം റിലാക്സേഷൻ ടൈം വേണം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് സീസണിൽ അവരെ മാക്സിമം പാക്ക് ചെയ്യാം. സീസണിൽ മാക്സിമം എന്താ ചെയ്യാം, ഓഫ് സീസണിന്റെ കോസ്റ്റിന്റെ 25% കൂടെ ആഡ് ചെയ്തിട്ടുള്ള കോസ്റ്റ് ഈ സീസണിൽ അവരെ വർക്ക് ഫോഴ്സിന് കൊടുത്താൽ പോലും നമുക്ക് നഷ്ടം ഉണ്ടാവില്ല. കാരണം എന്താണ്, ഓഫ് സീസണിലെ ഫിക്സഡ് കോസ്റ്റില് 75% നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. ഈ പറയുന്നതൊക്കെ സർവീസ് സെക്ടറിന് അപ്ലിക്കബിൾ ആവുന്ന സാധനമാണ് കേട്ടോ. ഞാനിപ്പോ ഈ പറഞ്ഞിട്ടുള്ളത് ഇൻവെന്ററി മാറ്റി നിർത്തിയ ബാക്കി മുഴുവൻ. സാറ് ഫസ്റ്റ് ഓഫ് ഓൾ സാറ് നല്ല പ്രസന്റേഷൻ ആയിരുന്നു, വളരെ ഇഷ്ടപ്പെട്ടു. സാറ് എനിക്ക് വന്ന് വളരെ സമ്മപ്പായിട്ടാണ് പറഞ്ഞത്. ശരിക്കും ഓരോ ടോപ്പിക്കും നല്ല ബ്രോഡ് രീതിയിൽ എടുക്കാനുള്ള രീതിയിലുള്ള തന്നെ ഉണ്ട്. എന്നുവെച്ചാൽ അത്രയും സമ്മപ്പായിട്ട് സാറ് പറഞ്ഞതായിട്ട് മനസ്സിലായത്. പിന്നെ എനിക്ക് സാറോട് ചോദിക്കാനുള്ളത്, ഈ റെസീവബിൾ മാനേജ്മെന്റ് സാർ ഇപ്പോൾ ഈ ഇവർക്ക് ഡിസ്കൗണ്ട് കൊടുക്കുന്ന കാര്യം പറഞ്ഞു. ഇപ്പോൾ കസ്റ്റമേഴ്സിന് നമ്മളൊരു ഡിസ്കൗണ്ട് കൊടുത്ത് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാൽ പിന്നെ അതൊരു ബാർഗൈനിങ് ടെൻഡൻസി ആയിട്ട് വരില്ല അത്. പിന്നെ അതോടൊപ്പം ചോദിക്കാനുള്ളത്, നമുക്ക് ഈ ബൾക്ക് ഇതേപോലെ റിസീവബിൾ അല്ലെങ്കിൽ ബാഡ് ഡെപ്റ്റ് ലെവലിലൊക്കെ എത്തിക്കെടുക്കുന്നത് നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാതെ ഏതൊക്കെ രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്തിട്ട് എടുക്കാൻ പറ്റും, നമ്മൾ ROI ബാധിക്കാത്ത ഒരു സജഷൻ പറയാൻ പറ്റുമോ? നിങ്ങൾ ആദ്യം പറഞ്ഞൊരു സാധനം നിങ്ങൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് അത് നിങ്ങളുടെ സെയിൽ നടക്കുമ്പോൾ തന്നെ ഉള്ള ടേംസിലേക്ക് പോകണം. അതായത്
കിട്ടാതെ ആവുന്ന സമയത്ത് ഡിസ്കൗണ്ട് കൊടുക്കുന്നതിന് പകരം സെയിൽ കൊടുക്കുന്ന സമയത്ത് തന്നെ ഇഫ് യു ആർ പേയിങ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സൂപ്പർ മാർക്കറ്റ് ഇൻഡസ്ട്രിയിൽ അവരുടെ മെയിൻ പ്രോഫിറ്റ് എലമെന്റ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ മെയിൻ പ്രോഫിറ്റ് എലമെന്റ് പർച്ചേസ് പ്രോഫിറ്റ് ആണ്. അത് സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ആളുകൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. കാരണം എന്താണ്, അവർ എത്ര നേരത്തെ ക്യാഷ് കൊടുക്കുന്നുവോ അത്രയും അവർക്ക് പർച്ചേസ് പ്രോഫിറ്റ് കിട്ടും. അപ്പം അതുകൊണ്ട് ക്രെഡിറ്റ് ടേംസ്, അത് സെല് ചെയ്യുന്ന സമയത്തുള്ള പ്രൈസ്, ഇങ്ങനെയുള്ള എല്ലാം കൂടെ വെച്ചിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കൗണ്ട് ഓഫർ കൊടുക്കേണ്ടത്. എല്ലാം കിട്ടാതാവുമ്പോൾ ഡിസ്കൗണ്ട് ഓഫർ കൊടുക്കുന്നതെന്ന് പറയുന്നത് സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്നുള്ള പോളിസിയിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ അത് ഫേസ് 1 തന്നെ നമുക്ക് അതിലെന്ത് വേണം, ക്രെഡിറ്റ് പോളിസി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതാണ് ഒന്ന്, ആ ഫസ്റ്റത്തെ പോയിന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. രണ്ടാമത്തെ പോയിന്റിൽ അത് അങ്ങനെ ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് അതിനൊരു വളരെ പെട്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം അത് പല സ്ട്രാറ്റജിയാണ് അതിൽ ഉപയോഗിക്കാനുള്ളത്. അതിലും എനിക്ക് പറയാനുള്ളത്, കൂടുതൽ കാലം അവരുടെ അടുത്ത് ക്യാഷ് ഒക്കെ എടുക്കുന്നതിനേക്കാളും നല്ലത് ഡു സംതിങ് ഇസ് ബെറ്റർ ദാൻ നത്തിങ് എന്നുള്ളതാണ്. കാരണം അവരുടെ അടുത്ത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ പറഞ്ഞാൽ ലീഗൽ ആക്ഷൻസ് ആണല്ലോ നമ്മളാ പറയുന്നത്. ഗ്യാരണ്ടിയും അതേപോലെ ചെക്ക് വാങ്ങി വെക്കണം, അങ്ങനത്തെ ഒരുപാട് പോളിസിയിൽ പോവേണ്ടതാണ്. ഇതിൽ ബെസ്റ്റ് പോളിസി എന്ന് അത് പറയുന്നത് ആദ്യം മുതലേ വരെ കസ്റ്റമേഴ്സിന് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ട് ഗുഡ് ആവറേജ് എന്നുള്ള രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പറ്റില്ല. അതെ, അതായത് ഫേസ് 1 തന്നെ പുതിയ വേൾഡിൽ നമ്മൾ എന്ത് ചെയ്യണം, കസ്റ്റമറെ കൃത്യമായിട്ട് പഠിക്കണം. തരാത്ത കസ്റ്റമർ ആണെങ്കിൽ അഡ്വാൻസ് കിട്ടാതെ നിങ്ങൾ സപ്ലൈ ചെയ്യരുത്. പോയിന്റ് നമ്പർ 1. തരാൻ സാധ്യതയുള്ള കസ്റ്റമർ ആണ്, അവർക്ക് ഒരു ഓഫർ കൊടുത്താൽ എന്താണ് കുറച്ചുകൂടെ നേരത്തെ കിട്ടുമെങ്കിൽ അതിനനുസരിച്ച് പ്രൈസ് സെറ്റ് ചെയ്യണം. നല്ല കസ്റ്റമർ ആണ്, ഡിലേഡ് ആയിരിക്കും പേയ്മെന്റ്, ക്യാഷൊക്കെ തരും, എങ്കിൽ മാർജിൻ അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ, ഡിസ്കൗണ്ട് കൊടുക്കാതെ അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത്, അതാണ് നേരത്തെ പറഞ്ഞ പോളിസീസ് സെല്ലിംഗ് പ്രൈസിലും ക്രെഡിറ്റിലും നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൽ നടക്കേണ്ടത്. കിട്ടാത്ത ആളാണെങ്കിൽ വിത്തൗട്ട് അഡ്വാൻസ് നോ സർവീസ് നോ സപ്ലൈ. ചിലപ്പോൾ ഈ ഡിസ്ട്രിബ്യൂഷൻ ലെവൽ അല്ലെ ഹോൾസെയിൽ ലെവല്, അതായത് മോസ്റ്റ് ഓഫ് ദി ബിസിനസ് 99% ക്രെഡിറ്റ് പോയാലാണല്ലോ ശരിക്കും മാർജിൻ കൂടുതൽ കിട്ടുക. ക്യാഷിൽ മാർജിൻ പൊതുവെ കുറവായിരിക്കുമല്ലോ. അത് ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് ഫസ്റ്റ് എൻ്റെ പോയിന്റ് പറഞ്ഞത്. വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിള് നിങ്ങൾ എന്താ പറഞ്ഞ, ഞാനത് ചോദിച്ചല്ലോ, എന്താ ഇഫ് യു വിഷ് ടു ഇൻക്രീസ് പ്രോഫിറ്റ് ട്രൈ ആൻഡ് ഷോർട്ടൻ യുവർ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ. ക്യാഷ് ടു ക്യാഷ് സൈക്കിൾ കുറച്ചാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. കാരണം ആ സപ്ലൈയിൽ മാറിയിട്ട് പെട്ടെന്ന് ക്യാഷ് കിട്ടുന്ന ബാക്കിയുള്ള സപ്ലൈസിലേക്ക് കൊടുക്കല്ലോ. കാരണം ഒരു പ്രൊഡക്റ്റിൽ നിന്ന് 10 രൂപ മാർജിന് 3 മാസം കൊണ്ട് കിട്ടുന്നത്, ഒരു പ്രൊഡക്റ്റിൽ നിന്ന് 1 മാസം കൊണ്ട് 7 രൂപ മാർജിൻ കിട്ടുന്നു. 3 മാസം കൊണ്ട് അത് എത്ര ആയിരിക്കും, 21 രൂപയായിരിക്കും മാർജിൻ. 7 × 3. നമ്മൾ പ്രൊഡക്റ്റ് കമ്പാരിസൺ കൂടി അവിടെ ചെയ്യാല്ലേ, ഏത് പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് അതെ, പ്രൊഡക്റ്റ് വരണം, കസ്റ്റമർ വരണം. ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ 3 മാസത്തെ ക്രെഡിറ്റ് നിങ്ങൾക്ക് 10 രൂപയാണ് മാർജിന്. നിങ്ങൾ 5 രൂപ മാർജിനിൽ 1 മാസത്തെ ക്രെഡിറ്റ് കൊടുത്താൽ 3 കസ്റ്റമർക്ക് അത് കൊടുത്തൂടെ, 15 ആയല്ലോ. 10ന്റെ മേലെ 5 രൂപ വന്നു. അതാണ് പറയുന്നത്, എത്ര കണ്ട് ക്യാഷ് ടു ക്യാഷ് സൈക്കിൾ നിങ്ങൾ കുറയ്ക്കുന്നുവോ അത്ര കണ്ട് നമ്മളുടെ ഈ ടേൺ ഔട്ട് എന്ത് ചെയ്യും, ടേൺ ഓവർ കൂടും. ടേൺ ഓവർ കൂടിയാൽ മാർജിൻ കൂടും, അതായത് പ്രോഫിറ്റ് കൂടും. അത്രത്തോളം ബിസിനസ്സിൽ സ്ട്രെയിൻ കൊടുക്കേണ്ട ഒരു സംഗതിയാണ് ശരിക്കും സാറ് ഈ ക്ലാസ് എടുത്തതും പറഞ്ഞത്. ഇപ്പോഴത്തെ ഒരു വേൾഡിൽ നിങ്ങൾ മൈക്രോ അനാലിസിസ് നടക്കാതെ, അതുകൊണ്ടാണ് ഞാൻ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എടുക്കാൻ തന്നെ ഉള്ള കാരണം. മൈക്രോ അനാലിസിസ് നടക്കാതെ, ഞാനതിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, യു ഷുഡ് ഹാവ് എ CFO. അത് വിർച്വലി ഓർ ഫിസിക്കലി ഉണ്ടായിരിക്കണം. അതായത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ക്രൂഷ്യൽ റോൾ ഒരു ബിസിനസ്സിനുണ്ട്. അതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തേ തീരൂ, എങ്കിൽ ഈ മെക്കാനിസം നടക്കുള്ളൂ. മറ്റേത് ഓണർ മുഴുവൻ തലയിലിട്ട് കണക്കൂട്ടണം. അതിൻ്റെ ഇടയിൽ ഫാമിലിയിൽ നിന്ന് 2 ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അത് എന്നാണ് ഒഴുകി പോയിട്ടുണ്ട് എവിടേക്കോ, പിന്നെ തിരിച്ചെടുക്കേണ്ടി വരും. അതിന് പകരം മറ്റേതെന്തായിരിക്കും, റെക്കോർഡിക്കലായിട്ട് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ട്സ് ആൻഡ് ഫൈനാൻസ് പ്രോപ്പർ ആക്കുക എന്നുള്ളതാണ്. അബ്സല്യൂട്ട്ലി സാർ പറഞ്ഞത് കറക്റ്റ് ആണെന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം സ്ട്രെയിൻ എടുക്കുന്നോ ശരിക്കും അതിന്റെ റിസൾട്ട് ഇത് കിട്ടും. അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് നമുക്ക് ഇന്ന് ചെറിയ രീതിയിൽ ലാഗ് വന്നാൽ നാളെ നമുക്ക് നഷ്ടപ്പെടാനുള്ള അതിന്റെ 10 ടൈംസാ ഈ റിസീവബിൾ എന്നുവെച്ചാൽ. അത് നമ്മളെ പ്രാക്ടിക്കലി വർക്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അറിയാം. അതുകൊണ്ടാണ് സാറോട് ഡൗട്ട് ചോദിച്ചത്. ഓക്കെ, താങ്ക്സ് സാർ, നല്ല ഗുഡ് പ്രസന്റേഷൻ ആയിരുന്നു. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാം. ഇനി ക്വസ്റ്റ്യൻസ് അടുത്ത ഒരു സെഷനിലാകാം. തീർച്ചയായിട്ടും ഇതിന്റെ കണ്ടിന്യൂറ്റി സെഷൻസ് ഉണ്ടാവും. നമ്മൾ ബിസിനസ്സുകാരായതുകൊണ്ട് ടൈം കീപ്പ് ചെയ്ത് പഠിക്കണമല്ലോ. നമ്മൾ നേരത്തെ തന്നെ ജോയിൻ ചെയ്യുക, നേരത്തെ തന്നെ കറക്റ്റ് ടൈമിൽ അവസാനിപ്പിക്കുക എന്നുള്ള ശീലം പ്രത്യേകിച്ച് സോളിഡ് ബിസിനസ് ക്ലബ് മെമ്പേഴ്സ് കാത്തു സൂക്ഷിക്കണം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഏകദേശം 9:37 ആയിട്ടുണ്ട്. നമ്മൾ 9:35 തുടങ്ങിയത്. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. വളരെ നന്ദി തഖീറുദ്ദീൻ സാഹിബ്. ഇനിയും തുടർ സെഷൻസ് നമുക്ക് ഉണ്ടാകും തീർച്ചയായിട്ടും. തഖീറുദ്ദീൻ സാഹിബിന് പ്രത്യേകം നന്ദി പറയുകയാണ്.